സ്വിച്ച് ഓഫ് ആ ഈ പ്രോബ്ലം നോട്ട് ചെയ്തു. 1 added to the product of 2 consecutive എന്താ അമ്മേ? എടാ മാളു ഇതുവരെ വന്നില്ല. അവള് നിന്നെ എങ്ങാനും വിളിച്ചോ? ഇല്ല, അവളെ വിളിച്ചിട്ട് കിട്ടിയില്ലേ? അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. Now മീര, find out. അവളുടെ കൂടെ പഠിക്കുന്ന ഏതെങ്കിലും പിള്ളേരുടെ നമ്പർ ഉണ്ടോ? ആ ശ്രുതിയുടെ വിഭീഷണ നമ്പർ ഉണ്ട്. 7 മണിയായിട്ടല്ലേ ഉള്ളൂ, അവളങ്ങ് വന്നോളൂ. കോടി ഓടുന്നു. കാലം ഇല്ലാത്ത കാലം ഇത്. ഇച്ച വിഷമിക്കാണ്ടിരി, അവള് പഠിപ്പും വിവരമുള്ള കുട്ടിയല്ലേ. ആരെങ്കിലും കൂടെ പോയി കാണും. മനു, നീ ആ പിള്ളേരുടെ നമ്പർ എടുത്ത് വിളിക്കാൻ നോക്കിയേ. എടീ, നീ നമ്പർ തന്നെ. 960 574 0822. ആരാ? നീ വാടാ. ഞാൻ പറഞ്ഞു. നിങ്ങളെല്ലാരും ഇങ്ങനെ മുറ്റത്ത് തന്നെ നിൽക്കുന്നേ? എവിടെയായിരുന്നു ഇത്ര നേരം? എന്റെ ഫ്രണ്ട് ഫെമി ഇല്ലമ്മേ, അവളുടെ ചേച്ചിക്ക് കുഞ്ഞുണ്ടായി. അപ്പൊ ഞങ്ങളെല്ലാവരും കോളേജ് കഴിഞ്ഞപ്പോ അവിടെ വരുന്ന പോയി അല്ലടാ. അമ്മയ്ക്ക് ബിബീഷിന് ഓർമ്മയില്ലേ? ഇന്നാളിൽ ഇവിടെ വന്നായിരുന്നല്ലോ. ഡാ കേറി വാ, അമ്മ നല്ല അടിപൊളിയിട്ട് നാരങ്ങളുണ്ട്, നീ കുടിച്ചിട്ട് പോയാ. മനുഷ്യേട്ടാ ബൈ. അമ്മേ ബൈ. മീര ചേച്ചി ബൈ. ബൈ ബൈ ഡാ. ബൈ. എന്താ അമ്മയും മോനും കൂടെ? മോളെ മാളു, നമ്മുടെ കുമ്പഴ എന്ന് പറയുന്നത് വലിയ സിറ്റി ഒന്നും അല്ല. വളരെ സാധാരണക്കാര് ആർത്തുല്ലസിച്ച് ജീവിക്കുന്ന ഒരു പ്രശാന്ത സുന്ദരമായ കൊച്ചു ഗ്രാമമാണിത്. ഒരു മിനിറ്റ്, ചേട്ടൻ വല്ല കഥാപ്രസംഗത്തിനും പോകുന്നുണ്ടോ? നിന്നോട് ചോദിക്കാൻ പറഞ്ഞ നേരത്തിനെ ഒരു മരത്തിനോടാണ് ചോദിച്ചെങ്കിൽ അത് 2 ഇലയെങ്കിലും വീശി കാണിച്ചേനെ. കാര്യം പറയടാ. മാളു, നീ ഇന്ന് ആരാണ്ടര കൂടെ ബൈക്കിൽ കയറി വന്നു. സംഗതി അവർ നിന്റെ ഫ്രണ്ട്സ് ഒക്കെയാണ്. പക്ഷെ ഇവിടെ പണിയില്ലാതെ നടക്കുന്നവർക്ക്, ഇൻഫ്ലുവൻസേഴ്സിന് എന്തെങ്കിലും പറയാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണോ? അതുകൊണ്ട് നാളെ മുതൽ ഇനി ഇത് ബൈക്കിൽ വരരുത്. അങ്ങനെ വല്ല കാരണവശാലും ലേറ്റ് ആയ ഓട്ടോ പിടിച്ച് വരണം. യെസ്, പാട്രിയോർക്കിസം. അതൊരു പുതിയ പരിപാടിയാണ് അമ്മേ. എന്റെ ചേട്ടാ, ഏത് നൂറ്റാണ്ടിലാ ചേട്ടൻ ജീവിക്കുന്നേ? 19 ഞാൻ ഒരു ഫ്രണ്ടിന്റെ കൂടെ ബൈക്കിൽ കയറിയെന്നോർത്ത് എന്നാ സംഭവിക്കാനാ? ഇന്ന് ഞങ്ങൾ ഇങ്ങനെ വരുന്നതും കണ്ട് ഏതെങ്കിലും ഒരു പണിയില്ലാത്ത കേശവമാമൻ. അതാരടി കേശവമാമൻ? അതൊരു പൊതുനാമമാണ് അമ്മേ. ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരും. നാളെ അവര് ചേട്ടനെ കുറിച്ചായിരിക്കും പറയാ. എന്ത് പറയാ? അതൊക്കെ പറയും. ചെലപ്പോ ദേ ചേച്ചിയെ കുറിച്ചായിരിക്കും പറയാ. അവളെ തൊട്ട് കളിക്കണ്ട, ആദ്യം നീ അവളെ കണ്ടുപിടിക്കട്ടാ. ഓ, എന്തായാലും നാട്ടുകാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ടനാവില്ല ചേട്ടാ. ദേ, നീ ലേറ്റ് ആയി വന്ന ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ ചേട്ടൻ്റെ അടുത്ത് തറുതലവട്ടം നിന്നടല്ലോ, ചൂടുവെള്ളമായിരിക്കും മുഖത്ത് ഞാൻ ഒഴിക്കും. മാളു, ആ പയ്യന്റെ പേരെന്തുവാന്നാ പറഞ്ഞേ? ബിബീഷ്. ബിബീഷ്? എനിക്കും കുറച്ച്. ബിബീഷ് കരുണാകരൻ. ബിബീഷ് കരുണാകര? പറയടി, ബിബീഷ് കരുണാകര? ബിബീഷ് കരുണാകര മേനോൻ. കൊത്തണ കൊത്തണ ചുണ്ടത്ത് ചോ
കനവുപോൽ കറുകകൾ നീർത്തുണരുന്നേ ഇളവയിൽ വഴികളിൽ ചായമിടുന്നേ ഇതിലൂടെ നീയും പാറി വരൂലേ ഇലവങ്കം പോകും മേടണയൂലേ കളിച്ചിരിയായി മൊഴികളുമായി അരികെ വരുമോ നീ മെല്ലെ തത്തട 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 നേരത്ത് താണ നോക്കണതെന്തേ കൊത്തണ 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 ചുണ്ടത്ത് ചോക്കണെന്താണേ എന്താ മനു ആ പെൻഡിങ് വെക്കുന്ന പെറ്റീഷന് റിപ്ലൈ എടുത്ത് പണി തീർക്കാൻ നോക്ക്. എനിക്ക് വയ്യ സാറേ, എപ്പോഴും ഒരേ പണി തന്നെ. ഈ ജോലി കിട്ടാനാണ് ഈ ആൾക്കാരൊക്കെ PSC ടെസ്റ്റ് എഴുതി കഷ്ടപ്പെടുന്നത്. കഷ്ടപ്പെട്ട് ടെസ്റ്റ് ചെയ്ത് കിട്ടിയ ജോലിയാണെങ്കിലേ നീ ഇത് പറയില്ലായിരുന്നു. ഇതപ്പം മരിച്ച വേക്കൻസിൽ ഈസി ആയിട്ട് കയറിയതല്ലേ, അതാ നിനക്ക് വിലയില്ലാത്ത. ഹോ, ഇങ്ങനെ ഒരു സുഖമ. എങ്ങനെ കിട്ടിയ ജോലിയാണെങ്കിലും എനിക്ക് വയ്യ. അമ്മേ എന്തൊക്കെയുണ്ട് വാർത്ത? എന്ത് പറയാനാടാ അമ്പാടി, പഞ്ചാബില് ബസ് മറിഞ്ഞ് 5 പശുക്കൾ ചത്തുന്നു. കഷ്ടായി പോയി. അവനിതറിഞ്ഞ വരുന്നടാ അമ്മ, ഞാൻ പോവാണേ. എങ്ങോട്ടാ രണ്ടാളും കൂടി? ഭക്തിമാർഗത്തിലാണ് അമ്മേ. വലഞ്ചുഴി അമ്മേ ശരണം. ആ, അമ്മേ ശരണം. ഇതാണോ 7:30? ഇതല്ല 7:30, പിന്നെ വൈകിപ്പോയി. നീ തൊഴുതോ? ഓ, എത്രയാന്ന് വെച്ചാ നോക്കി നിക്കുന്നേ. ഞാൻ തൊഴുതു. ആണോ? ഞാൻ പോയി തൊഴുതിട്ട്. അവിടെ നിക്ക്, നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥിച്ച. ഞാൻ പോയിട്ട്. അല്ല, ഇങ്ങോട്ട് വന്ന് ഇവിടെ നമുക്ക് ആ കാവിനെ കൊണ്ടുപോവാം. വന്നേ. ആൾക്കാരൊക്കെ നോക്കുന്നു. എന്ത്? നമുക്ക് ബസ്സിൽ കാണാം. അപ്പൊ ഇത്ര നേരം കാത്തത് ഞാൻ ആരായി? ഓ, അത്രേ ഉള്ളല്ലേ. ഞാൻ പോവാ. അമ്പാടിച്ചേട്ടാ, അവളെന്തോ പറഞ്ഞു? അല്ല, അത് അവളുടെ അച്ഛനുണ്ടല്ലോ കരയോഗ പ്രസിഡന്റ്, പുള്ളിയുടെ മുമ്പിൽ നിനക്കൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണമെന്നേ. പറഞ്ഞു നടക്കൂല, ബുദ്ധിമുട്ടാണെന്ന്. പ്രാർത്ഥിക്ക, അമ്പലം അല്ലേ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. മനസ്സിലായി? ചെന്ന ഇതെവിടെ പോയി കിടക്കുകയായിരുന്നു ഇത്ര നേരം? വിളിക്കണേ നിന്റെ വള്ളി ചിറ്റപ്പൻ. ഇങ്ങോട്ട് ഒരു കാര്യം പറയണ്ട. എടാ, മീറ്റിങ്ങിനിടയ്ക്ക് ആ ജഗദമ്പിള്ള തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുത്തിടുന്ന വിവരം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ നിന്നോണം. ഒരു കാരണവശാലും സെക്രട്ടറിയെ മാറ്റാൻ സമ്മതിക്കരുത്. ചിറ്റപ്പൻ ധൈര്യമായിട്ടിരി. ഈ കരയോഗത്തിനൊരു സെക്രട്ടറി ഉണ്ടെങ്കിൽ അത് മരണം വരെ എന്റെ ജനാർദ്ദൻ ചിറ്റപ്പനായിരിക്കും. എനിക്കത് കേട്ടാ മതി. ചിറ്റപ്പ മനം കൊളുത്തിയ ദീപിശിക NSS ദീപിശിക തലമുറ തലമുറക്കായി സെക്രട്ടറി ഇരിക്കാം. ചേട്ടാ, എന്നാ തുടങ്ങാം. നമസ്കാരം. സരസ്വതി വിലാസം NSS കരയോഗം ക്രമ നമ്പർ 421 കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വായിക്കാൻ പ്രസിഡന്റ് ഇന്ദ്രസേന കുറുപ്പ് ചേട്ടനെ ഞാൻ ബഹുമാന പുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. പത്തനംതിട്ട യൂണിയന് കീഴിലുള്ള കോഴഞ്ചേരി താലൂക്കിൽ സരസ്വതി വിലാസം NSS കരയോഗത്തിന്റെ മുൻവർഷത്തെ ആകെ വരുമാനം 2 ലക്ഷം. റിപ്പോർട്ടൊക്കെ അവിടെ നിൽക്കട്ടെ പ്രസിഡന്റ്. നമ്മുടെ കരയോഗത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറ. 3 വർഷമായി.
ആ ബഹളം വെക്കില്ല ജഗദമ്പിള്ളേ. എല്ലാ വർഷവും നമ്മളൊക്കെ തന്നെയല്ലേ നടത്താറ്. അതങ്ങനെ ഇരുന്നാ പറ്റില്ലല്ലോ. പുതിയ ആൾക്കാർ വരട്ടെ. ആ ഇരിക്കുന്ന ജഗദമ്പിള്ള ചേട്ടൻ പ്രസിഡന്റ് എന്താ പറ്റില്ലേ? ആ പ്രസിഡന്റ് മാറ്റാൻ പറ്റത്തില്ല. ഈ ഇരിക്കുന്ന കുറുപ്പ് ചേട്ടൻ ചെയ്ത പോലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഭംഗിയായി നടത്താൻ ഇവിടെ വേറെ ആരാ ഉള്ളത്? എന്തോ വേണമെന്ന്. അതെ, ഈ ഞങ്ങൾ എല്ലാരും കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് മാറി നിന്നാലേ കാര്യങ്ങൾ ശരിയാവില്ല. നമ്മുടെ ഖജാൻജി മനോജ് ആണെങ്കിൽ കണക്കുകൾ കൃത്യം കറക്റ്റാ. അതെ, അപ്പൂപ്പന്റെ സ്ഥലത്തിന്റെ കാര്യം കൂടെ പറ. അത് മാത്രമല്ല, നമ്മുടെ ഈ കരയോഗ കെട്ടിടം ഇരിക്കുന്ന സ്ഥലം പണ്ട് മനോജിന്റെ അപ്പൂപ്പൻ കരയോഗത്തിന് ദാനമായിട്ട് തന്നതാണ്. നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ പ്രസിഡന്റിനെ മാറ്റാൻ നിങ്ങളാരും ആഗ്രഹിക്കുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ പറഞ്ഞ ശരിയാണ്, മാറ്റങ്ങൾ വേണം. അതുകൊണ്ട് നമുക്കൊരു പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാം. എന്താണ് എല്ലാവരുടെയും അഭിപ്രായം? എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ പറ്റിയൊരു യുവാവുണ്ട്. ആരാണ് അയാൾ? മനു മോഹൻ നായർ. അത് ശരിയാവില്ല. അതൊക്കെ ശരിയാവും. ഉത്തരവാദിത്തമുള്ള ജോലിയാ. അതിനെന്താ, ചെറുപ്പക്കാർ വരട്ടെ. നമ്മുടെ കല്ലുവേലിലെ മോഹന്റെ മകനല്ലേ? അതെ, ഞാൻ പിന്താങ്ങുന്നു. ഞാനും. ആളെവിടെ? ദേവിടെ ഉണ്ടോ? ഓ വരൂ വരൂ. പിന്താങ്ങി പിന്താങ്ങി നിലവിലെ പുഴയിലായി നീന്തി വരാലോ, കരളിലെ ചുമരിലായി പേരെഴുതാലോ, മുകിലമ്മക്കോടിൻ നീലിമയാകെ അതിരില്ലാ ദൂരം പോയി വരാലോ, മനമറിയും ഒരു തുണയായി അകമേ വരുമോ നീ മെല്ലെ? തത്തണ 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 നേരത്തെ താണ നോക്കണതെന്തേ? കൊത്തണ 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 ചുണ്ടത്ത് ചോക്കണെന്താണേ? തീരന മനുട്ടാ ഇവിടെ എന്റെ കൂടെ ഇരിക്കുവാ. ഓ അങ്ങനെ നീ ഇപ്പൊ എന്റെ ചേട്ടന്റെ അടുത്ത് ഇരിക്കാറായിട്ടില്ല. നിനക്കൊരു സ്ഥലമൊന്നും കിട്ടിയില്ല. എനിക്ക് തോന്നെടുത്തിരിക്കും. മനുച്ചേട്ടോ, പുറയിൽ സീറ്റ് ഉണ്ടിരിക്കാം. എടോ, താൻ എന്നെക്കാളും മൂത്തല്ലേ? താൻ എന്തിനാണ് മനുഷ്യട്ടാന്ന് വിളിക്കുന്നത്? അല്ല മനുച്ചേട്ടാ, നമ്മൾ ബഹുമാനിക്കേണ്ടവരെ എപ്പോഴായാലും ബഹുമാനിച്ചല്ല പറ്റൂ. മനുച്ചേട്ടനിരിക്കുക. എന്താ അവിടെ എന്നെ നോക്കാൻ? അവള് വന്നില്ലേ? അവള് വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. പിന്നെ പൊടി ആരാ? ആ പ്രസിഡന്റ് വരാം. ഓ വരാം. ശരി ശരി. എന്താ പറഞ്ഞേ? നിന്റെ അച്ഛനിപ്പൊ ഞാനില്ലാതെ പറ്റില്ല. നീ നാളെ കരയോഗത്തിന് വേണ്ടി ഒരു വീട്ടിൽ പോകാൻ പറഞ്ഞ. എന്റെ അടുത്താണ് വേണ്ടില്ല. അച്ഛനെ ഇംപ്രസ് ചെയ്താൽ മതി. ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാം, അത്രേ ഉള്ളൂ. അത് ഉണ്ടാക്കിയെടുത്തിരിക്കും. നേരത്തെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. വല്ല നാട്ടിലും പോയി കഴിഞ്ഞാൽ കണ്ട ജാതികളോടെ പോകുന്നതല്ല ഇപ്പോഴത്തെ ഒരു ഫാഷൻ. എന്റെ മോളെ അതുകൊണ്ടല്ലേ ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ പഠിപ്പിക്കുന്നത്. അതാകുമ്പോ നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും. നമ്മുടെ ഒരു ചെക്കൻ പോയി വേറൊരു ജാതിയിൽപ്പെട്ട പെണ്ണെ വിളിച്ചോണ്ട് തരുന്നെങ്കിൽ പിന്നെ പോട്ടെന്ന് വെച്ചാൽ നമ്മുടെ പെണ്ണെ അങ്ങോട്ട് കൊടുത്താല് അടുത്ത തലമുറ കൂടെ അവരുടെ കൂട്ടത്തിലാവില്ലേ? വെറുതെ ആണോ നമ്മുടെ സമുദായത്തിൽ അങ്ങനെയൊക്കെ കുറയുന്നത്?
അതെ, നമ്മുടെ സമുദായത്തിൽ നിന്ന് മാറി ഒരു പെങ്കൊച്ചിനെ കെട്ടിച്ചു വിട്ടാ 10 തലമുറ കഴിഞ്ഞാലും നാറ്റം മാറത്തില്ല, ഓർത്തോണം. ഞാൻ എന്തോ ചെയ്യാനാ കുറിപ്പേട്ട, അവള് വാശിയില്ല. ആ ചെറുക്കന്റെ വീട്ടുകാർ ഇവിടെ വന്നിരുന്നു, അവർക്ക് സമ്മത. കല്യാണം നടത്തി കൊടുക്കുമെന്നാ അവര് ചോദിക്കുന്നത്. പിന്നെ അവരുടെ രീതിയിൽ നടത്തേണ്ടി വരും. നടക്കില്ല. അങ്ങനെ സകല മത സൗഹാർദ്ദ സമ്മേളന വേദി ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒന്നെങ്കിൽ അവരുടെ വഴി, അല്ലെങ്കിൽ നമ്മുടെ വഴി. ഇനിയും ചേട്ടൻ നടത്തി കൊടുക്കാനാണ് ഭാവമെങ്കിൽ അതിനോട് കരയോഗം സഹകരിക്കുന്നതല്ല. അല്ലേ പ്രസിഡന്റ്? സെക്രട്ടറി പറഞ്ഞ പോലെ ഞങ്ങൾ സഹകരിക്കുന്ന പ്രശ്നമേ ഇല്ല. മനു, എന്റെ മൂത്ത കൊച്ചിന്റെ കല്യാണം കരയോഗവും കുടുംബ മഹാത്മ്യവും ഒക്കെ നോക്കി നിങ്ങൾ തന്നെ ഉറപ്പിച്ച് നടത്തിയതല്ലേ? എന്നിട്ട് എന്തായി? അവസാനം ആ കുലപുരുഷൻ എന്റെ കൊച്ചിന് ഇട്ടേച്ചു പോയി. ഡിവോഴ്സ് ആയാലെന്താ? നഷ്ടപരിഹാരം നമ്മൾ മേടിച്ചു കൊടുത്തില്ലയോ? കല്യാണം കഴിഞ്ഞ അവര് ബാംഗ്ലൂർക്ക് പോകും. ഓഹോ, എല്ലാം ഉറപ്പിച്ചിട്ടാണല്ലോ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്. പ്രസിഡന്റേ, ഇറങ്ങാം. അപ്പൊ ശരി. അയ്യോ, എല്ലാരും നിന്നെ. നിങ്ങൾ എന്തായാലും എന്റെ കല്യാണത്തിന് വരത്തില്ലല്ലോ. ഇതാ സ്വീറ്റ്സ് എടുത്തേ. അമ്പാടിയേട്ടാ സ്വീറ്റ്സ്. താങ്ക് യു, കൺഗ്രാറ്റ്സ്. താങ്ക് യു. അയ്യോ, നമുക്കെന്നാ തവളപ്പറമ്പിലെ മറുപടി പ്രശ്നം കുത്തുറപ്പാക്കിയാലോ? എന്റെ കാജു ബർഫിന്ന് പിടിച്ചു. കാജു ബർഫിലേക്ക് വണ്ടി എടുക്ക്. എന്റെ ഈ 2 എണ്ണം തന്നെ അധികമാ. ആ പോയില്ലേ? ഓട്ടം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഉഷാമ്മയ്ക്ക് ഒരു ചെറിയ സഹായം ചെയ്തു കൊടുത്തിട്ട് പോകാന്ന് വിചാരിച്ചു. അവര് കാണുന്നതിന് മുമ്പ് വേഗം ആട്ടാനതാ. അമ്മയ്ക്ക് എന്തിന്റെ കേടാ? ഇതെന്തിനു മുറ്റത്ത് കയറി മുള നടന്നേ? ഡി, ആ രാജീവൻ കിട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ നാളെ ആയില്ല. ഇതോട് നാളെ ഞാൻ ചോദിച്ചപ്പോ അവള് പറയുവാ മരുമോള് തൃക്കേട്ടയാണെന്ന്. അതിന് ആ പെണ്ണിന്റെ നാളെ ഏതായാലും അമ്മയ്ക്ക് എന്താ? നിനക്ക് അങ്ങനെ പറയാം. ആയില്ലകാരി രാവിലെ എണീറ്റ് കൊണ്ട് നോക്കിയാലേ കുടുംബം മുടിഞ്ഞു പോവും. ദൃഷ്ടിദോഷം. ആനന്ദ, ആ മുഴുത്ത കമ്പ് തന്നെ നോക്കിയെടുത്ത് വെക്കേ. ഇച്ചയ്ക്ക് ഞാൻ ആയില്യം കൊല്ലിയുടെ തൈ കൊണ്ട് തരാന്ന് പറഞ്ഞല്ലായിരുന്നോ? ഓ എടാ, അതൊന്നും ഇപ്പൊ പഴയ പോലെ എഫക്റ്റ് അല്ല. മുളയാ നല്ലത്. ദേ ഇതിങ്ങനെ മുഴുവനും കാട് പോലെ പിടിച്ചിട്ടേ ആയില്ല ദൃഷ്ടി അങ്ങ് മാറിക്കോളും. ആ വേഗാട്ടെ. കൊച്ചേട്ടാ എന്തായാലും പോയില്ലല്ലോ, ബാ നമുക്കത് ക്ലീൻ ചെയ്ത്. കൊച്ചേട്ടാ, എന്താ ചേച്ചി രാവിലെ? ഒന്നുമില്ല ഗീതേ, ഇവളെ ചുമ്മാ രാവിലെ ആനന്ദനുമായിട്ട് വെറുതെ അങ്ങ് വഴക്കാതെ. അതെന്നോ? എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ. രാവിലെ പണിയൊന്നും തുടങ്ങിയില്ല. ഇന്നെന്താ ഇത്ര വൈകിയേ? ഓ ഒന്നും പറയണ്ട ഇച്ചേ. വരുന്ന വഴി ആ മിലിറ്ററിക്കാരന്റെ വീട്ടിലോട്ടൊന്ന് കേറി. അവിടുത്തെ പെണ്ണുമ്പിള്ളക്കാണ് മീൻ വേണോ താനും കാശൊട്ട് തരാനും വയ്യ. ഏതാ കുരീക്കല വീട്ടിലോ? ആ അത് തന്നെ, ആ ലീസി. അമ്മ ചായ. പിശുക്കാന്നേ. അല്ലേലും മനുഷ്യന് രാവിലെ ഇത്തിരി വെള്ളം കിട്ടണേ ഇവിടെ വരണം. തറവാട്ടുകാരായാൽ അങ്ങനെ. കല്ലുവേലി തറവാട്ടുകാരെന്ന് പറഞ്ഞ ആരായിരുന്നു ഒരു കാലത്ത്? കുടിക്ക്. ചോറ്. ചക്കവാരം കഴിഞ്ഞിപ്പോ ചീരവാരാണോ? തമാശാളാ, വന്നേ ലേറ്റ് ആയി. ഇച്ചേ, അപ്പുറത്തെ വീട്ടിലെ ഗീതയുടെ പുതിയ മരുമോൾ എങ്ങനെ ഉണ്ട്? ഓ, അതാ തള്ളയുടെ കൂടെ വന്ന് മതിലിന്റെ അപ്പുറത്ത് നിന്ന് ഇവിടെ എന്തോ ഉണ്ടെന്ന് നോക്കിയിരിക്കും. ആ നമ്മുടെ അമ്പലത്തിന്റെ വടക്കേപ്പറമ്പിലെ നാരായണേട്ടനില്ലേ? ഏത് പട്ടരുടെ അവിടുത്തെയോ? ആ നാരായണേട്ടന്റെ മോനെ കഴിഞ്ഞ ആഴ്ച കുമ്പനാട്ടെങ്ങാണ്ടുള്ള ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ വിളിച്ചോണ്ട് വന്നേക്കുന്നേ. ലവ് ജിഹാദാ, ലവ് ജിഹാദ്. അവന് ഹിന്ദു, ആ കൊച്ചു ക്രിസ്ത്യാനിയും അല്ലേ? പിന്നെ എങ്ങനെ ലവ് ജിഹാദാ വന്നേ? അതൊന്നും എനിക്കറിയാൻ മേല. എന്നതായാലും ലവ് ജിഹാദാ, അത് ഉറപ്പാ. അതിരിക്കട്ടെ ചേച്ചി, നമ്മുടെ മീരമോക്ക് കല്യാണാലോചനയൊന്നും ആയില്ലേ? ഓ, അവള് പഠിക്കല്ലേ? പഠിക്കട്ടെ പഠിക്കട്ടെ. പെണ്ണുങ്ങളൊക്കെ സ്വന്തം കാലം നിക്കണം, എന്നെ പോലെ. അല്ലടാ, ഞാൻ എന്തിനാ വരുന്നത്? ഒരു പ്രായപൂർത്തിയായ പെൺകൊച്ചുള്ള വീട്ടിലേക്ക് പോകുമ്പോ ഞങ്ങൾ എങ്ങനെ ചിറ്റമ്മ പോവാ? എന്തുവാ എന്റെ പൊന്നു ചേട്ടാ, നമ്മളൊരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ പ്രായമായ കാരണന്മാര് വല്ലതും വേണ്ടേ? അതിനാണോ? എടാ, പിന്നെ ആ ജഗദമ്പിള്ളയുടെ വീട്ടിലേക്ക് എന്നെ വിളിച്ചേക്കരുത് കേട്ടോ. പ്രസിഡന്റ്, അയ്യപ്പൻ വിളക്കിലുള്ള പിണ്ടി എടുക്കാൻ വന്നതാ. തെങ്ങും പൂക്കലയും കുരുത്തോലയും വേണം. 2 പേര് പുറകിലോട്ട് ചെല്ല്. വേണ്ട, അതൊന്ന് ചയ്യത്ത് നിർത്തും. പുറകിലേക്കല്ലേ? ശരി മനച്ചേട്ടാ.
ഈടാ നിന്നോട് എത്ര പ്രാവശ്യം ചേട്ടാന്ന് വിളിക്കും. മകരായിട്ട് എന്താ ചൂടല്ലേ കുറുപ്പേട്ട? അതെ അതെ. ആ കൊച്ചേട്ടാ ആ സുശീലേ, നാളെ ഉണ്ടായിരുന്നോ? ഓ ഓർമ്മയുണ്ട്. അത് പറഞ്ഞപ്പോഴാ മനു അവിടെ കുറച്ച് വിറക് കിടപ്പുണ്ട്, അതുകൂടെ കൊടുക്കൂ. കഞ്ഞിക്കൊള്ള ജഗദമ്പിള്ള വിളിച്ച് പറഞ്ഞായിരുന്നു. കഞ്ഞിക്കോ? പിണ്ടി കെട്ടാൻ പോയാൽ മതിയായിരുന്നു. ചാടി നിൽക്കണം. എടാ ഈ വീടിന്റെ പുറകിൽ ഇഷ്ടം പോലെ റംബൂട്ടാനും മാങ്ങയുണ്ടല്ലോ. താഴത്തെ കല്ലുണ്ട്, നീ മിണ്ടായിരുന്ന പണിയെടുക്കട. റംബൂട്ടാനും മാങ്ങേ നീ വായിൽ നോക്കി കെട്ടി അടുക്ക്. 5-6 മാസം കൊണ്ട് അവളുടെ പഠിത്തം കഴിയും. നല്ലത് വല്ലതും വന്നാ നോക്കണം. ആ നമ്മുടെ ഒരു ചെറുക്കനുണ്ട് ലണ്ടനിലാ, എഞ്ചിനീയർ ആണെന്നാ പറഞ്ഞേ. നാളും നക്ഷത്രവും പറഞ്ഞായിരുന്നു, ഞാനതങ്ങ് ഓ മറന്നുപോയി. ലണ്ടൻകാരനാണെങ്കിൽ എന്ത് നാളും നക്ഷത്രം. അല്ല, നിങ്ങൾ ഇനി നാട്ടിലുള്ള വല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാണോ നോക്കുന്നത്? സർക്കാർ ഉദ്യോഗം വേണ്ട. നിങ്ങളുടെ മനുവിന് ഇപ്പൊ സർക്കാർ ജോലിയല്ലേ, എന്തോ കിട്ടാനാ. ഓ നമുക്ക് ആ ലണ്ടൻകാരനെ തന്നെ നോക്കാം. ആ നല്ല കൂട്ടരാ, എനിക്ക് ചെറുപ്പം മുതൽ അറിയുന്ന പയ്യനെ. പയ്യന്റെ മുത്തച്ഛനെ അധികാരിയായിരുന്നോ? അല്ല പയ്യൻ എവിടുത്തെയാന്നാ പറഞ്ഞത്? പറഞ്ഞാ ചിലപ്പോ പ്രസിഡന്റ് അറിയുമായിരിക്കും. പയ്യന്റെ അച്ഛൻ നമ്മുടെ ഇലന്തൂർ കരയോഗം പ്രസിഡന്റാ, അരവിന്ദാക്ഷൻ നായർ. സുശീലേ, മോഹൻലാലിന്റെ തറവാടുമായി ബന്ധമുള്ളവരാ. ഒന്നടങ്ങു മനു. എങ്ങനെ അടങ്ങാൻ? ഒന്നുമില്ലെങ്കിലും ചെക്കൻ ലാലേട്ടന്റെ കുടുംബക്കാരനല്ലേ, അപ്പൊ കല്യാണത്തിന് ലാലേട്ടൻ വരും. നീ കിട്ടിയിട്ട് ഇപ്പൊ ആര് വരാനാ? അതൊക്കെ ചുമ തള്ളുന്ന പുള്ളി തിരുവനന്തപുരത്തുകാരനാ. ആര് പറഞ്ഞു? പുള്ളി ജനിച്ചത് ഇവിടെ അല്ലേ? പിന്നെ ഇലന്തൂര്. നല്ല ഒന്നാന്തരം പത്തനംതിട്ടക്കാരൻ, പിന്നെ വളർന്നൊക്കെ തിരുവനന്തപുരത്തായി പോയി. പക്ഷെ വിട്ടുകൊടുക്കത്തില്ല. നീയൊക്കെ പിടിച്ചോണ്ടിരുന്നോ? എന്നാ കയറുപിടി, കയറുപിടി പിടിക്കേ. എടാ ബിസ്കുട്ട് വന്ന് പിടിച്ചേ. എടാ മനോജ് പിടിച്ചേ. കഴിഞ്ഞേ. അപ്പൊ പ്രസിഡന്റ് നടക്ക് പിള്ളേരെ, ഒരുപാട് സ്ഥലത്ത് പോകാനല്ലോ. വെറുതെ ഇരുന്ന ചിറ്റപ്പനെ വിളിച്ചു വരുത്തി കണ്ടവന്റെ കൂടെ കാമുകിയുടെ കല്യാണം ഉറപ്പിച്ചിട്ട് വിറകും ചുമന്ന് പോവാ കാമുകൻ. സുന്ദരിമാർ തന്നുടെ സുന്ദര രൂപം കണ്ടതിമോദ, സുന്ദരിമാർ തന്നുടെ സുന്ദര രൂപം കണ്ടതിമോദ, മന്ദിരമതിലങ്ങു വസിക്കും സുന്ദര യക്ഷിഗണങ്ങൾ. അയ്യപ്പ സ്വാമിയല്ലേ അങ്ങ് മാമലയിൽ വാണതല്ലേ, എരുമേലിപ്പേട്ട തുള്ളി അഴുതാമേടും കടന്ന് അടിയങ്ങൾ വന്നതല്ലേ. അയ്യപ്പ സ്വാമിയല്ലേ അങ്ങ് മാമലയിൽ വാണതല്ലേ, അയ്യപ്പ സ്വാമിയല്ലേ അങ്ങ് മാമലയിൽ വാണതല്ലേ. ഒന്നാം പടിയേറിടുന്നേ, രണ്ടാം പടിയേറിടുന്നേ, 18-ാം പടി കടന്ന് കർപ്പൂര കടലെരിഞ്ഞ പൊന്നമ്പലമൊന്നു കണ്ടേ. അയ്യപ്പ സ്വാമിയല്ലേ അങ്ങ് മാമലയിൽ വാണതല്ലേ, അയ്യപ്പ സ്വാമിയല്ലേ അങ്ങ് മാമലയിൽ വാണതല്ലേ, മാമലയിൽ വാണതല്ലേ, മാമലയിൽ വാണതല്ലേ, മാമലയിൽ വാണതല്ലേ. ശരണമയ്യപ്പോ, ശരണമയ്യപ്പോ. വേണ്ട മനുഷ്യട്ട, ചൂടാണ്. പൊള്ളും മനുഷ്യന് പൊള്ളും. അവിടെ കൊടുക്കട്ടെ. ചൂടുണ്ട്, ചൂട്. ഉപ്പ് എന്നതുള്ള ഉപ്പിട് കൊച്ചേ. ചൂട് സൂക്ഷിക്കണം. ഉപ്പിട്ട് ഇട്. എടുത്ത് ഇട്. കുറച്ച് ഞാൻ അങ്ങോട്ട് വരട്ടെ. എന്നാ വാ.
പോലെ ചേട്ടന് ഉപ്പ് കാര്യമായിട്ട് വിളമ്പിക്കോ, അവസാനം വെള്ളം കുടിക്കാതെ നോക്കിയാൽ മതി. താടക മനു, മനുവേ, മനു. ഓ എന്താടാ നീ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തോ ചേട്ടാ? എന്റെ കൊച്ചൊരു കത്ത് എഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇവിടെ കൂടെ ട്യൂഷന് വന്നുകൊണ്ടിരുന്ന പയ്യനാ. നമുക്കൊന്നും അറിയില്ലോ ചേട്ടാ. അയ്യോ, നിർമ്മലിന്റെ കൂടെയോ? അത് ശരി, അവ എല്ലാരും കൂടി അറിഞ്ഞോണ്ടുള്ള കളിയായിരുന്നല്ലേ. എന്നോടിത് വേണമായിരുന്നു മീര കുഞ്ഞെ. 17 വയസ്സ് തികഞ്ഞിട്ടില്ല അവക്ക്. ദാണ്ടേ നിർമ്മലിന്റെ ഫോട്ടോ കണ്ട് കൊള്ളാലോ, നല്ല ഫോട്ടോ അല്ലേ മനു? പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് അവരെ ബസ് കയറ്റി വിട്ട് ഇവിടുത്തെ മാളുവാ. ഈ ബിജുക്കുട്ടൻ കണ്ടയാ. നീ അവളോടൊന്ന് ചോദിച്ചേ. ഞാൻ ചോദിച്ചപ്പോ രണ്ടും കിടക്കണം ഉരുണ്ട് കളിക്കുന്നു. ഞാൻ എന്താ പറയാ? പെറ്റ തള്ളയുടെയും തന്തയുടെയും ദണ്ണം നിനക്ക് അറിയത്തില്ല. എവിടെയാണ് അവര് പോയത്? ഞാൻ ബസ് ഒന്നും കയറ്റി വിട്ടില്ല. എന്നോട് ഇച്ചിരി കാശ് ചോദിച്ചു. കയ്യിലുണ്ടായിരുന്നത് ഞാൻ കൊടുത്തു. അല്ലാതെ എനിക്കറിയില്ല അവരെവിടാന്ന്. ഡി, എന്റെ മുഖത്തോക്കി പറ, നിനക്കറിയില്ല അവരെവിടെയാ പോയെന്ന്? കോഴഞ്ചേരിയിലുള്ള അവന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞേ. പ്രസിഡന്റെ, കൊച്ചിനെ കിട്ടി. ഞങ്ങൾ ആനന്ദം കൊച്ചാട്ടന്റെ വീട്ടിലുണ്ട്. വിളിക്കാം. അവള് ഒരേ വാശിയില്ല, ഇനിയും പോകുന്ന പറയുന്നത്. നമ്മളിനി എന്താ ചെയ്യാ? നമുക്ക് കരയോഗത്തിലൊന്ന് അവതരിപ്പിച്ചാലോ? ഞാൻ അവളോട് സംസാരിക്കട്ടെ. സോറി അച്ഛാ, സോറി. എന്താ ചേച്ചി, ഈ മാസം ഡ്യൂ ഡേറ്റ് കഴിഞ്ഞല്ലോ. മോളെ അതൊക്കെ നോക്കുന്നേ. അവള് വരുമ്പോ ഞാൻ പറയാം. ആര് നോക്കിയാലും കുഴപ്പമില്ല ചേച്ചി. ഞങ്ങൾക്ക് എന്തായാലും ക്വാർട്ടറിലെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കൊടുത്തേ പറ്റൂ. പറഞ്ഞ പോലെ റിപ്പോർട്ട്. ഓ, ഒന്നുമില്ലെന്നേ, ബാങ്കിൽ നിന്ന് പശുവിനെ നോക്കാൻ വന്നതാ. ഓ, ഞാൻ വിചാരിച്ചു വല്ല ജപ്തി ആയിരിക്കും. അയ്യോ, ജപ്തിയല്ല, ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ. ആ, അതന്നെ. എന്താ മോന്റെ പേര്? ആ, ശ്രീശങ്കർ. ചേച്ചി ഇതൊന്ന് പിടിക്കോ? എവിടെ സ്ഥലം? ഞാൻ കൊച്ചിയിലായിരുന്നു. ഇവിടുത്തെ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരു 2 മാസം അത്രയായിട്ടുള്ളൂ. ഞാൻ ശരിക്കും കോന്നിക്കാരനാ. കോന്നിയിലോ? അവിടെ എവിടെയാ? ഒരു മങ്ങാരത്ത് ശ്രീധരൻ കർത്തെ അറിയോ? ഞാൻ അദ്ദേഹത്തിന്റെ കൊച്ചുമോനാ. അങ്ങനെ വരട്ടെ, ചുമ്മാതല്ലേ എനിക്ക് പരിചയം തോന്നിയത്. മോൻ ഇരിക്കേ, ഞാൻ ചായ അയ്യോ, ചായ ഒന്നും വേണ്ട. മോൻ ആദ്യമായിട്ട് വരികയല്ലേ, ചായ കുടിച്ചിട്ട് പോയാ മതി. അവിടെ ഇരിക്കേ. ഹായ്. ഹായ്.
ആരമ്മ അത്? ബാങ്കിൽ നിന്ന് വന്നതാ. പറഞ്ഞു വന്നപ്പോ കോന്നിക്കാരൻ. മങ്ങാട്ടത്തെയാ, വലിയ കുടുംബക്കാരാ. വെറുതെ അല്ല അമ്മ ഈ ചായ തിളപ്പിക്കുന്നേ. ചേച്ചിക്ക് നോക്കാനല്ലേ? മനസ്സിലായി. ഓടി അവിടുന്ന്. ഇവളുടെ ഒരു കാര്യം. എവിടുന്നാ? ഞാൻ ബാങ്കിൽ നിന്ന് മറ്റേ ലോണിന്റെ പശു ഇൻസ്പെക്ഷൻ. മനസ്സിലായി. അതെ, ലോണിന്റെ കാര്യത്തിന് ഇങ്ങോട്ട് വരണ്ട. അമ്മയ്ക്ക് ടെൻഷനാവും. ഞാൻ അങ്ങോട്ട് വന്നോളാം. ഓക്കെ. ഞാനെന്നാ അല്ല, അമ്മ ഒരു ഗ്ലാസ് ചായ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല വേണ്ട, ഞാൻ വേണ്ട, ചായ കുടിച്ചിട്ട് പോയാൽ മതി. ഇരിക്കും. അല്ല വേണ്ട, കുഴപ്പമില്ല. ഇപ്പൊ വരാം. ഇതാരാ? അയ്യോ, ആ കുട്ടി എവിടെ പോയി? പോയോ? ആരമ്മത്? നിനക്ക് വേണോട്ടോ ചായ? വാങ്ങിച്ച അമ്മ ചില പ്രത്യേക ഉദ്ദേശത്തോടെ കാര്യമായി തിളപ്പിച്ച ചായ. തറവാടിന്റെ അന്തസ് പോണ്ടെന്ന് പറഞ്ഞ് ലോൺ എടുത്ത് വാങ്ങിയതാ പശുക്കൾ. എന്ത് പറയാനാ, ഒരു കാലത്ത് ആന മുറ്റത്ത് നിന്ന തറവാടായി. എന്നിട്ട് അച്ഛന്റെ അമ്മായിയുടെ മോൾ അംബുജാക്ഷി ആനപ്പാപ്പാന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അപ്പോ ആനയോ? ആനയുടെ പുറത്ത് കയറിയ രണ്ടാളും കൂടെ പോയത്. പിന്നീട് അവരെ കുറിച്ച് വല്ല വിവരം? പിന്നീട് ഒരു പൂരത്തിന് പാപ്പാഞ്ചിറ്റപ്പം മരിച്ചു. ആന കുത്തിയതാണോ അംബുജാക്ഷി ചവിട്ടിയതാണോ എന്നറിയില്ല. അമ്മ ഇതിലെ ഇലക്കിട്ടിരുന്നല്ലേ? അങ്ങനെ ഒരു പറ്റി. മാറിക്കടി. നീ പോയിട്ടേ ഒരു സാഡ് സോങ് ഇട്. ഏത് പടത്തിലെ പാട്ട ചേട്ടാ? പ്രായക്കര പാപ്പാന്റെ ഏതെങ്കിലും പാട്ടിടൂ. നീ ഇവിടെ ഇതേ വരുന്നു പറയാം. കണ്ണങ്കര ഇറങ്ങാനുള്ളവർ ഇറങ്ങിക്കേ. വായോ വാ. നീ പറഞ്ഞ ഡോർ അടക്കണേ. ഹായ്. നിന്നെ കോളേജിന്റെ സ്റ്റോപ്പിൽ കണ്ടില്ലല്ലോ. നിനക്ക് ഇരിക്കണ്ടല്ലോ അല്ലേ? വേണ്ട, ഇരുന്നോ രണ്ടും കൂടെ. ഇതെന്താ പച്ചക്കറി കേട്ട്? നാളെ കാർത്തികയല്ലേ, ജോസ്റ്റാനും ഭാര്യയും വരുന്നുണ്ട്. പിന്നെ മാളുവിന്റെ കുറച്ച് ഫ്രണ്ട്സും വരുന്നുണ്ട്. നമ്മളെ ആരും വിളിക്കുന്നില്ലായിരിക്കും. വീട്ടിലേക്കൊന്നും കേറ്റാറായിട്ടില്ല മോളെ. എന്തിനാ മക്കളെ നാത്തുമ്പോൾ ഇപ്പൊ തുടങ്ങുന്നത്? നീരക്കുഞ്ഞുണ്ടായിരുന്നോ? ഹായ്. ആരാ മനുമോനെ ഇത്? എന്തിനാ ലവ് ജിഹാദാണോ എന്ന് അറിയാനാണോ? ഒന്ന് പോവച്ചേ അവിടുന്ന്. ഞാൻ വെറുതെ ഒരു ലോഗ്യം ചോദിച്ചതല്ലേ. അതെ, നാളെ മീൻ വിൽക്കാൻ പോകുമ്പോ ഇവര് ബസ്സിൽ കണ്ട കാര്യങ്ങളും പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ. നമ്മുടെ മനുമോനെ കുറിച്ച് ഞാൻ അങ്ങനെ വല്ലതും പറയുമെന്ന് കുഞ്ഞിന് തോന്നുന്നുണ്ടോ? ആ, ഞാൻ ഇരിക്കുവാണേ. വാ, ഇവിടെ ഇരിക്കാം. കോമളിച്ചി, എന്തൊക്കെയുണ്ട്? എന്തായി, ജോലി വല്ല ആയോ മോളെ? ഇല്ലേ ചേച്ചി, ക്ലാസ് കഴിഞ്ഞ് 2-3 മാസം കൂടെ ഉണ്ട്. നോക്കണം. ജോലി കിട്ടുമ്പോ എന്റെ അടുത്തൊരു ചിട്ടി ചേരണേ. നോക്കേ ചേച്ചി. എനിക്ക് അല്ലെങ്കിലും എന്നെ കൊണ്ട് ഒഴിപ്പിച്ചിട്ട് അവസാനം ശലഭയുടെ വായിലുള്ളതൊക്കെ എന്നെ കേൾപ്പിക്കാനല്ലേ? അമ്പാടേ, നിനക്ക് ഇതുവരെ ആരും സെറ്റ് ആയില്ലേ? അല്ലെങ്കിലും എന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു ശ്രദ്ധയുണ്ടോ? ഞാൻ വല്ല മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്താലോ എന്ന് ആലോചിക്കും. എന്നിട്ട് എന്തിനാ ആധാറായിട്ട് ലിങ്ക് ചെയ്യിക്കാനാണോ? നിനക്ക് അതിനുള്ള പ്രായമായിട്ടില്ല. പ്രായമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഹായ്. അവള് ശലഭ. ഒറ്റക്കടത്തിയിരിക്കല്ലേ? ഹലോ. ഹായ് ഷമേ. ഹായ് മീര. എന്നെ മനസ്സിലായോ? ഹലോ അമ്മേ.
അനുഗ്രഹിക്കമ്മേ. എന്തു പറ്റി? പാലക്കാട് മട്ടം തീർന്നോ അമ്മേ? ഇല്ല. തീർന്നില്ല? KSRTC ബില്ല് അടച്ചോ? അല്ല KCBയുടെ ബില്ല് അടച്ചോ? എന്തുവാ? അല്ല കറക്റ്റ് ടൈം അല്ല ഓൺലൈനിൽ അടയ്ക്കാൻ പറ്റുമോ? അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആരമ്മേ? ആരാ? അമ്മയ്ക്ക് മനസ്സിലായില്ല അല്ലേ? ഇത് ശലഭ. എന്റെ കോളേജിലാണ് പഠിക്കുന്നത്, പക്ഷെ വേറെ ഡിപ്പാർട്ട്മെന്റാ. MSc. കുട്ടി എന്തിനാ വലിഞ്ഞു കയറി വന്നേ? മോള് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. മനുടെ വരുന്നില്ലേ? ഇല്ല, വേണ്ട വേണ്ട വേണ്ട. അമ്മേ ഇവരിറങ്ങുവാന്ന്. പോയിട്ട് വട്ടാമേ. അവർ പോയിട്ട് വാ വിഭീഷ് മേനോൻ മോനെ. വാ. മനുടെ വരുന്നില്ലേ? നീ എന്താ ചോദിക്കാണ്ടും പറയാണ്ട് വന്നേക്കുന്നേ? എന്തോ? നിന്നെ ആരാ വിളിച്ചേ? എന്നെ ആരും വിളിച്ചിട്ടൊന്നുമല്ല വന്ന. പിന്നെ നിങ്ങളുടെ പുന്നാര പെങ്ങള് പറഞ്ഞില്ലേ വരണ്ടെന്ന്. എന്നാ പിന്നെ വന്നിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചു. മനു, നീ എവിടെയാ? ചേച്ചി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അന്ന് അയ്യപ്പൻ വിളക്കിനുണ്ടായിരുന്നില്ലേ? അതെ അതെ. അതാ നല്ല മുഖപരിചയം തോന്നിയത്. മോളെ എവിടുത്തെയാ? ഇവിടെ തന്നെ നാരകത്തറയല്ലേ? ഓ, നമ്മുടെ പ്രസിഡന്റ് ഇന്ദ്രസേനക്കുറിപ്പിന്റെ മോള്. അങ്ങനെ വരട്ടെ, നമ്മള് ഒരേ കരയോക്കാരാ. പെട്ടെന്ന് മുഖം എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല കേട്ടോ. കൊച്ചിലെ കണ്ടതല്ലേ. വാ, മോള് വന്ന് ഭക്ഷണം കഴിക്കേ. നീ എന്നെ ഒന്ന് ഞെട്ടിച്ച്. എന്തായാലും എനിക്ക് ഇഷ്ടായി. നല്ല അമ്മ. അമ്മേ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ആ വന്ന ചേച്ചി ആരാ നമുക്ക് മനസ്സിലായോ? മനുണ്ടല്ലേ? അത് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? അവൻ എന്റെ വയറ്റിൽ പറഞ്ഞതല്ലേ. ഇളക്കം കാണുമ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാവും. ഇത് വെച്ചോ, വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങരുത് കേട്ടോ. അമ്മയുടെ പൊന്നു പോയിട്ട് വാ. ചേട്ടാ സെന്റ് സീനാണല്ലോ. ഒരാഴ്ച കോളേജ് ടൂർ പോകുന്നതിനാണ് ഈ ഷോ. അല്ല, അമ്മമാർക്ക് പൊതുവെ ആൺമക്കളോടാണല്ലോ സെന്റിമെന്റ്സ് കൂടുതല്. ഓ, അവൻ എന്നെ നോക്കുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അല്ലല്ലോ ഈ വീട് നോക്കുന്നത് ചേച്ചി തന്നെയാണല്ലോ. തിരിച്ചു പറയടാ. ആണോ? അങ്ങനെയാണ് പെൺകുട്ടികളായാൽ. വല്യമ്പ്രാട്ടി ചേച്ചിനെ കണ്ടങ്ങ് പഠിച്ചാ മതി. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ അവിടെ ഇല്ലാന്ന് വെച്ചാൽ അടുത്ത കേസ് കെട്ടും കൊണ്ട് വന്നേക്കരുത്. ആ, ശ്രമിക്കാം. ഇവിടെ മതി. ചെലവാക്കരുത്, ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് തന്നെ കേട്ടോ. ഇപ്പോഴെങ്കിലും തരാൻ തോന്നിയില്ലോ. ആവശ്യത്തിനുള്ള എന്റെ അടുത്തുണ്ട്. നമ്മുടെ കറണ്ട് ബില്ലടക്കാൻ 2 ദിവസം കൂടെയുള്ള ഡ്യൂ ഡേറ്റ്. ഇത് വെച്ചത് അടച്ചാൽ മതി. നീ എന്ത് പരിപാടി പറയുന്നത്? നിനക്കത് അങ്ങ് അടച്ചിട്ട് പോക്കൂടെ? ഇവിടെ അടുത്ത KCB. പ്ലീസ്. ശരി ടാറ്റ. ശരി ഏട്ടാ, ടാറ്റ. ഏക്സി വന്നാ? ഏക്സി അവർക്ക് നേരത്തെ വന്നു. നീ എന്താ ലേറ്റ്? മീര കോളേജ് ടൂർ പോയേക്കുവാ. അവളില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളാകെ കുഴഞ്ഞു പറയും. ഞാനാണെങ്കിൽ ചോറ് പോലും എടുത്തിട്ടില്ല. ചേട്ടാ, ഈ കറണ്ട് ബില്ല് ഓൺലൈൻ അടയ്ക്കാറ് എനിക്ക് അവിടെ പോയി ക്യൂ നിൽക്കാനൊന്നും വയ്യ. കണ്ടോ, ഇന്ന് വരെ അതുപോലും ചെയ്തു നോക്കിയിട്ടില്ല. ഞാൻ അടച്ചുതരാം. അതെ, നിന്റെ ശലഭ ആ കോളേജിലാണ് പഠിക്കുന്നത്. അവളെന്താ ടൂർ പോയില്ലേ? അവൾ MSc അല്ലേ, ഇവൾ MCOM. ഡാ, എനിക്കേ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഒരു ഓരും കൂടെ കിട്ടാനുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം. റൈറ്റ് കുറച്ച്. റൈറ്റാ? അല്ല പറ്റില്ല, ലെഫ്റ്റ്. ലെഫ്റ്റ്. അതിന് കുറച്ച് താഴത്തേക്ക് ഇറക്കി. അതിന് മുകളിലേക്ക് കയറ്റി. ഓക്കെ കേട്ടോ. ആചാരം താഴെ പോയില്ലേ? ഹലോ, ഇന്ന് രാവിലെ ബസ്സിൽ കണ്ടില്ലല്ലോ. വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. ഇന്ന് എഴുന്നേരപ്പോ ലേറ്റ് ആയിപ്പോ. ഓഫീസിലെത്തി തന്നെ കഷ്ടപ്പെട്ടാ. എത്ര ദിവസമായി നമ്മൾ കണ്ടിട്ട്. കാണാലോ, എപ്പോ വേണേലും കാണാം. എന്നിപ്പോ ധൈര്യം ഉണ്ടോ? ഏയ്, ഇപ്പൊ രാത്രിയൊക്കെ ആയില്ലേ, അത് വേണോ? അച്ഛനമ്മ ഇവിടെ ഇല്ലായിരുന്നു. ഒരു ഗുരുവായൂർ വെക്കാം. ആണോ? എന്താ ഞാൻ വരും, വന്നിരിക്കും. കാണാം. പോയിരിക്കും. വണ്ടി എടുക്കട്ടെ? ആചാര സംരക്ഷണം. വന്നിട്ട് സംരക്ഷിക്കാം. അത് മതി. ഭയങ്കര ആഴമാണ്. കാമയുടെ വെണ്ട മതിൽ ചാടിക്കിടക്കണല്ലോ.
ലോകത്തിലെ ആദ്യത്തെ കാമുകനല്ല നീ. ചാട്. അപ്പുറം ഗേറ്റ് ഓപ്പൺ ആണല്ലോ. ആരെങ്കിലും കണ്ടാ തീർന്നട്ടാ. ആരും കാണൂല, ഞാൻ പുറത്തുണ്ടാകും. ഇനി ആരെങ്കിലും വന്നാ ഞാൻ ഡോറിലെ മുട്ട. മതി. ഓക്കെ. അപ്പൊ ധൈര്യമൊക്കെ ഉണ്ടല്ലേ? ഉറങ്ങില്ലേ? എന്താ ഉറങ്ങണോ? ഒരു 10 തരാം. പിണങ്ങോ? ഇല്ല, പിണങ്ങില്ല. ഇതാരത്? അമ്പാടി. പുറത്ത് തന്നെ നിൽക്കാൻ എനിക്കൊരു പേടി. ഞാൻ വേണമെങ്കിൽ അകത്ത് മുറിയിൽ എവിടെയെങ്കിലും കയറി ഇരുന്നോളാം. എന്തിനാണ് അമ്പാടി? പ്ലീസ് പോ. വാ. എന്ത്? വാ. പറ. എന്താ കാണിക്കുക? എന്താടാ? ഇവിടെ പുറത്തു കൂടി ആൾക്കാർ പോന്നു. എന്നെ ആരെങ്കിലും കാണും. നമുക്ക് പോയാലോ? മര്യാദ തിരിച്ചു പോകുമ്പോ എന്നെ പിടിച്ച് കയറ്റിട്ട് പിന്നെ ഇപ്പൊ പോവാന്നോ? എടാ കുറച്ചേരം. കുറച്ചേരോ? പ്ലീസ്. കുറച്ചേരല്ലേ? 5 മിനിറ്റ്. ഇനി വേണ്ട, പോ. പോണോ? എന്താ 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 പറ. വേണ്ട, പോ. എന്താ? ഒറ്റ ചവിട്ടി ചെറുക്കും മനോട്. സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ പറ്റിയ ഒരു യുവാവുണ്ട്. സെക്രട്ടറി. പ്രസിഡന്റ്. സെക്രട്ടറിക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നു. അത് പ്രസിഡന്റ് മാപ്പാക്കണം. നാട്ടുകാരെ വിളിച്ചു കൂട്ടരുത്. നിങ്ങളുടെ സെക്രട്ടറിയും പ്രസിഡന്റും കളിച്ചോണ്ടിരിക്കാതെ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്ക്. എന്ത് തീരുമാനം? എന്റെ വീടും എന്റെ പേളുമായി പോയില്ലേ? നാട്ടുകാരോട് പറയാൻ പറ്റുമോ? അതെ, എന്ന് കെട്ടാൻ പറ്റുമെന്ന് പറഞ്ഞാ മതി, നടത്തി തരാം. അതുവരെ ദയവേത് മതിൽ ചാടരുത്. ഇല്ല, സത്യാണല്ലോ. എന്റെ അനിയത്തി മീരക്ക് ശലഭയുടെ അതേ പ്രായമാണ്. അപ്പൊ അവളുടെ കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞാ ഒരു 6 മാസം. അത് ശരിയാ. അതാകുമ്പോ അപ്പത്തേക്ക് എന്റെ എക്സാം കഴിയും. ശരി. പോകുന്നില്ലേ? പോവാം. അതെ, ഒരു ഉപകാരം ചെയ്യണം. ഇങ്ങോട്ട് വന്ന പോലെ ആരും കാണാതെ അങ്ങോട്ട് പോണേ. അയ്യോ, ഞായറാഴ്ച 10:30 കരയോഗ മീറ്റിംഗ് പ്രസിഡന്റ്. എന്റെ നല്ല ജീവനങ്ങ് പോയി. അല്ല, ഗുരുവായൂർക്ക് പോയി അവരെങ്ങനെ പെട്ടെന്ന് പോന്ന്? അതെനിക്കും മനസ്സിലാവുന്നില്ല. പിന്നെ നമുക്കൊന്നും ചോദിക്കാനും പറ്റത്തില്ലല്ലോ. അല്ല, ആ കാവല് നിർത്തിയാൽ ഇവിടെ പോയതാ? അവൻ റംബൂട്ടാൻ കണ്ടപ്പോ അത് പറിക്കാൻ പോയി. ബെസ്റ്റ്. എന്തായാലും കാര്യം കഴിഞ്ഞു കിട്ടിയല്ലേ? അല്ലേ? 6-7 മാസം കഴിഞ്ഞാൽ കെട്ടുമല്ലോ അല്ലേ? മീരയുടെ കാര്യം ഒന്ന് ശരിയാ മതി. ഓ, എന്ത് പറഞ്ഞാലും പെങ്ങള്. നീ അത് പറയാൻ നിൽക്കണ്ട. നീ അവളൊന്നും പറയേണ്ട കേസില്ല. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. വന്നേ. ഞാൻ ഇപ്പൊ മനുഷ്യർക്ക് ടെൻഷനും സങ്കടമൊക്കെ വരുമ്പോഴേ കടൽ നോക്കിക്കൊണ്ടിരിക്കുന്ന വെറുതെ അല്ല. അല്ല, ഇത് കടലല്ല, ചെങ്കോലാറാ. ഇക്കാലത്തെ പ്രേമം ഉണ്ടാകുന്ന വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. സ്വന്തം കാമുകിയുടെ വീട്ടിൽ പോകുന്നത് ഇത്ര വലിയ തെറ്റൊന്നുമില്ല. കാമുകിയുടെ വീട്ടിൽ പോയെന്നോ? നീ എന്തൊക്കെയായി പറയുന്നത്? ഇത് പിന്നെ ആരാരും നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ പ്രശ്നം? പ്രശ്നം എനിക്കല്ല, നിനക്കാ. എന്ത് പ്രശ്നം? എടാ, നമ്മുടെ മീര ഒരു ചെറുക്കനായിട്ട് ഇഷ്ടത്തില്ല.
മീരെ മാളോ? മീരെ കുറിച്ചില്ലാത്തൊരു കാര്യം ഞാൻ നിന്റെ മുന്നിൽ വന്ന് പറയുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ജോസേ, നിനക്ക് തെറ്റിയിട്ടൊന്നുമില്ലോ. എടാ, ഞാൻ അന്വേഷിച്ചറിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. കൺഫേം ചെയ്തിട്ട് നിന്നോട് പറഞ്ഞു വിചാരിച്ചു. മീരയുടെ കോളേജിനടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റുഡിയോ നടത്തുക. അവിടെ വെച്ചുള്ള പരിചയമായിരിക്കും. ഡാ, ചെറുക്കൻ്റെ പേര് ഡിസ്നി ജെയിംസ്. ക്രിസ്ത്യാനിയോ? ഇക്കാലത്ത് തറവാട്ട് മഹിമയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് എന്ത് കാണാനാ? പെണ്ണിന്റെ കാര്യം വരുമ്പോൾ ആദ്യം പയ്യന്റെ സ്വഭാവം നോക്ക്, ബാക്കിയൊക്കെ പിന്നെ. അല്ല, നിനക്കൊരു പ്രേമുണ്ടല്ലോ. കാര്യം നിങ്ങൾ ഒരേ കൂട്ടരാ, പക്ഷെ അത് നോക്കിയിട്ടാണ് നിങ്ങൾ പ്രേമിച്ചത്. എനിക്ക് മനസ്സിലാവാത്ത ഇതാണ്. ഈ ആങ്ങളമാർക്കൊക്കെ എന്തു ആവാം. വേണമെങ്കിൽ രാത്രി 15 ആടാം. എന്നിട്ട് സ്വന്തം പെങ്ങളെ കാര്യം വരുമ്പോൾ ഇത്ര വിവരമുള്ളതിനാ? ജോസേ, അത് പറക്ക മുറ്റി അന്ന് മുതലേ നിന്നേക്കാൾ കൂടുതൽ ആ കുടുംബത്തിന് വേണ്ടി ഓടുന്ന കൊച്ചല്ലേ. നീ ഇപ്പൊ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ്, വേറെ ആരെങ്കിലും പറഞ്ഞ് ഉഷാമ അറിയുന്നതിന് മുമ്പ് നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ആദ്യം പയ്യനെ നമുക്കൊന്ന് കാണാം. കൊള്ളാങ്കി നീ പറഞ്ഞാൽ മതി. എന്നെ കണ്ടാവൻ തിരിച്ചറിയില്ലേ? തിരിച്ചറിഞ്ഞാൽ അവനോടും. എന്തായാലും സ്റ്റുഡിയോയിൽ വേണ്ട, പുറത്ത് ഇടയിൽ വെച്ച് കാണാം. പുറത്ത്? എടാ, നിനക്ക് മാട്രിമോണിയലിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞില്ലേ? അതിന് നമുക്ക് കുറച്ച് ഫോട്ടോസ് വേണം. നീ നാളെ നല്ലൊരു ഡ്രസ് ഇട്ടിട്ടേ ഉച്ചയാകുമ്പോ കല്ലേലി തോട്ടത്തിലേക്ക് വാ. എന്താ പെട്ടെന്നൊരു ബോധോദയം? വള്ളിയൊന്നും അല്ലല്ലേ? അല്ല, നീ വേണം. ഓക്കെ. വാ, ഇതാണോ? ഇത് തന്നെ. ഓടില്ല, അപ്പൊ അതിനറിയില്ല കേട്ടോ. ഫോട്ടോ എടുക്കാനാണല്ലേ? ഞാൻ നേരത്തെ വിളിച്ചിരുന്നു, മാട്രിമോണി കൊടുക്കാനേ. കല്ലിൽ തൊട്ടിട്ടുണ്ടേ, അതാവുമ്പോൾ നല്ല സീനിയറൊക്കെ ഉണ്ടല്ലോ. സീനിയർ, ശരി. ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. നമുക്ക് എന്നാ അങ്ങോട്ട് പോവാം. ഓക്കെ അല്ലേ? ചന്തു, ക്യാമറ ചേട്ടാ. ചേട്ടാ, എന്തായാലും നമ്മൾ ഒരു വഴിക്കല്ലേ, ഈ വണ്ടി പോവാം. വെറുതെ പെട്രോൾ അടിച്ച് പൈസ കളയണോ? കണ്ടോ, സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന പയ്യനാ. കൊള്ളാം. വീട് ഇവിടെ തന്നെയാണോ? ചിങ്ങവനത്താ, പക്ഷെ സ്റ്റുഡിയോ ഇട്ടേക്കുന്നത് ഫ്രണ്ടിന്റെ കടമുറിയില്ല. റേറ്റ് കുറച്ച് കിട്ടും. പേര് ഡിസ്നി ജെയിംസ്. ഇഷ്ടം പോലെ വർക്കൊക്കെ കിട്ടുന്നുണ്ടോ? കുഴപ്പമില്ല. പിന്നെ ഈ സ്റ്റുഡിയോ ഇരിക്കുന്ന ലൊക്കേഷൻ അത്യാവശ്യം നല്ലതാ. പെൺകുട്ടികളൊക്കെ പഠിക്കുന്ന കോളേജിന്റെ ഫ്രണ്ടിലായതുകൊണ്ട് അല്ലേ? അല്ല, നിങ്ങളുടെ സ്ഥലം? ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉള്ളവരാ. കോളേജിന്റെ മുന്നിലായോണ്ട് സൗകര്യമാണല്ലോ. ചേട്ടൻ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ പൊന്നു ചേട്ടാ, MBA വരെ പഠിച്ച ആളാണ് ഞാൻ. ഈ ക്യാമറ വെച്ചാൽ എന്റെ ലോൺ മൊത്തം അടച്ചിരുന്നു. പിന്നെ എന്റെ താഴെ ഒരാളുണ്ട്, അവളെ കെട്ടിച്ചു വിടുകയും ചെയ്തു. അല്ല, ഇത്രയും സുന്ദരിമാര് പഠിക്കുന്ന കോളേജിന്റെ മുന്നില് സ്റ്റുഡിയോ ഇട്ടിട്ട് ില്ലെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ആരും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്കുണ്ട് ഒരാള്. അങ്ങനെ വഴിക്ക് വാ. മുഖം കണ്ടപ്പോഴേ തോന്നി കള്ളത്തരം. ആരാ? അതൊക്കെ ഉണ്ട്, ഒരു നായര് കുട്ടിയാ. അപ്പോ പ്രതീക്ഷിക്കാം ഒരു ഒളിച്ചോട്ടം അല്ലേ? എന്തിനാ ചേട്ടാ ഒളിച്ചോടുന്നത്? അതൊക്കെ ഒരു സമയമാകുമ്പോ അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അന്തസ്സായിട്ട് അവളുടെ വീട്ടിൽ ചെന്ന് പെണ്ണ് വയ്ക്കാന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു അനിയത്തിയൊക്കെ ഉള്ളതല്ലേ ചേട്ടാ. ആ പെങ്കൊച്ചനെ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തിയ കുടുംബക്കാരെയൊക്കെ മറന്നിട്ട് ഒളിച്ചോടുക എന്ന് പറഞ്ഞാ ഞങ്ങൾ അസിയില്ല. ഉറപ്പാണോ? ഉറപ്പാണോ? ഉറപ്പ്. ഇവിടെ നിർത്തിക്കോ, നമുക്ക് ഇറങ്ങാം. അല്ല, കൂട്ടുകാരന്റെ ഫോട്ടോ എടുക്കണ്ടേ? അല്ല, വേണ്ട. പവിത്രമായ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്ന് വെറും ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രം ഇപ്പോഴും ഉറങ്ങുകയാണ്.
എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഉണരൂ, ഉണരൂ, ഉണരൂ. നിങ്ങൾ നമ്മുടെ സമുദായത്തിന്റെ ഉയർച്ച നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. നമ്മുടെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. നിഷാമയുടെ കാര്യം രാത്രി പറഞ്ഞിട്ട് എന്നെ വിളിക്കും, ഞാൻ പോവാ. അമ്മേ, നമുക്കൊരു കാപ്പി പിടിച്ചിട്ട് വരാം. ഞാനും വരുന്നു. ഇവിടെ ഉണർന്നിട്ടേ ഉള്ളൂ, ഇഷ്ടം പോലെ സമയമുണ്ട്. ചിറ്റ പോകുന്നതിന് ശരിയാണ്. സമുദായത്തിന് പോരാടാൻ ആരെങ്കിലും വേണ്ടേ? പോരാടാനോ? ഞാനോ? ജയ് ജയ് ജവാൻ. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? കാപ്പി കുടിച്ചിട്ട് വരാം, ഒരു കാപ്പി കുടിച്ചിട്ട് വരാം. അതുകൊണ്ട് 2 കാപ്പി, ഒരു മസാല ദോശ. നിനക്കൊന്നും വേണ്ടേ? വേണ്ട. അത് കണ്ടോ, ഒറ്റയടിക്ക് നോക്കല്ലേ, നമ്മുടെ കൊഴിയാമ്പറമ്പിലെ കൊച്ചല്ലേ അത്? ആ കൂടെയുള്ള ചെക്കനേതാ? ഇതിന്റെ ഒന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. അത് പോട്ടെ, നീ ടൗണിലുണ്ടായിരുന്നോ? എന്തുവാ പറയാൻ വന്നേ? ദോശ വരട്ടെ. ഓ, ഇവിടുത്തെ നല്ല ദോശയാണല്ലേ? അത് പറയാനാണ് നീ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? അല്ല അമ്മേ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല. ഉദാഹരണത്തിന് ഈ വട, ഇത് മസാല ദോശയുടെ കൂടെ നമ്മൾ ചോദിച്ചിട്ട് വന്നതല്ല. പക്ഷേ അത് അമ്മ ഒന്നും പറയാതെ തന്നെ എടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ചില സങ്കടങ്ങളും അങ്ങനെയാണ് അമ്മ. ഈ വട പോലെ വന്നു കയറും, നമ്മളത് ഉൾക്കൊണ്ട് ജീവിക്കണം. നീ എന്തുവാടാ ഈ പറയുന്നേ? അമ്മേ, ഒരു MBA-കാരൻ പയ്യനുണ്ട്, നല്ല സ്വഭാവം, ടൗണിൽ സ്റ്റുഡിയോ നടത്തുവാണ്. നമ്മുടെ മീരയ്ക്ക് വേണ്ടി ആലോചിച്ചാലോ? അതാണോ കാര്യം? അപ്പൊ നിനക്ക് ഇത്രയൊക്കെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നോടാ? പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. പയ്യൻ ക്രിസ്ത്യാനിയാ, പ്രേമത്തിലാണ്. പ്രേമോ? നീ എന്താണ് ഈ പറയുന്നേ? ഇരിക്കമ്മേ, നാട്ടുകാരെ ഭാഗം വിചാരിക്കില്ല. പ്ലീസ് ഇരിക്കേ. കൊല്ലും ഞാൻ അവളെ. അവളുടെ ഒരു ടൂർ ഇന്ന് വരട്ടെ അവള്. അമ്മ ഒന്ന് അടങ്ങുമ്പോ ഞാൻ പറയട്ടെ. നീ ഒരു കോപ്പം പറയട്ടെ. ആ യന്ത്രാണി ഞാൻ കൊന്നു കുഴിച്ചുണ്ട്. അവനാകെ ഒരു കുറവുള്ളൂ, നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല. അമ്മ ഒന്ന് ഓർത്തു നോക്കി, നമുക്കൊരാവശ്യം വരുമ്പോ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടാന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ? ആ ജോസ്റ്റാനല്ലേ എല്ലാത്തിനും ഉള്ളത്. അവളുടെ ഇഷ്ടം അതാണെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുക്കാം. ഇത്രയും നാൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതല്ലേ. എന്തായാലും നമ്മുടെ കൊച്ചല്ലമ്മേ. എന്നാലും കുടുംബക്കാരൻ പോവാൻ പറയാതെ. ഞാൻ ജോസ്റ്റാനും കുറച്ചു നേരം മുമ്പ് അവനെ പോയി കണ്ടായിരുന്നു. നല്ല പയ്യനാണമ്മേ, അവളെ പൊന്നുപോലെ നോക്കിക്കോളൂ. എന്റെ പാലും ചുഴിയമ്മേ, എനിക്കൊന്നും അറിയില്ല. നീ തന്നെ തീരുമാനിക്ക. ഹലോ, എടാ പുള്ളി എവിടെ പോയി കിടക്കാണ്? ഉച്ചക്ക് 1:30 തൊട്ട് നിൽക്കുക. ഇപ്പൊ എങ്ങാനും വരോ? ഇവിടെ ലൈറ്റൊക്കെ പോയി തുടങ്ങി. നീ പോകുന്നില്ലല്ലേ? ഇന്ന് ബുദ്ധപൗർണമിയായിട്ട്. ബുദ്ധപൗർണമി നോർത്ത് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആയിരുന്നു, കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ട് മാറ്റി. അതൊക്കെ എനിക്കറിയാം. അതിങ്ങോട്ട് മാറ്റിയോ? പിന്നെ ഇവിടെ ഫെസ്റ്റിവൽ ഇല്ല. അപ്പൊ അങ്ങ് പോരെ. എടി, പ്രിൻസിന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഡേറ്റ് വല്ല അനൗൺസ് ചെയ്ത എക്സാമിന്റെ? ഏയ് ഇല്ല. ഇനി ഇതൊക്കെ തന്നെയായിരിക്കും ഇവിടെ കേൾക്കേണ്ടി വരുന്നത്. നിങ്ങളിത് എവിടെ പോയിരിക്കായിരുന്നു? എന്തോ അമ്മയ്ക്ക് പോയി പഠിക്കടി. പഠിക്കാനൊന്നുമില്ലേ? അമ്മ എന്തിനാ വെറുതെ അവളോട് ചാടി കയറുന്നത്? ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞ് വന്നിട്ട് എന്റെ മുഖത്ത് പോലും നോക്കിയില്ലല്ലോ. ഗിഫ്റ്റ്. നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ പോയിരിക്കായിരുന്നു? കാപ്പി പിടിക്കാൻ പോയി. നീ ചോദിച്ച സാധനം. ചക്കര ചേച്ചി, ഞാൻ ഇതിട്ടിട്ട് വരാവേ. ഭയങ്കര സീരിയസ് ആണല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ഞാനില്ലാത്ത ഇത്രയും ദിവസം? താങ്ക്സ്.
ആ പറയടാ. ആ ഞാൻ അമ്മയായിട്ട് സംസാരിച്ചു. ആദ്യം പ്രശ്നമായിരുന്നു, പിന്നെ ഒരു ഇത് ഓക്കെ. നമുക്കിനി വച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല. ശരിടാ. ഹലോ ഹലോ. മഞ്ചേട്ടാ, ജോസ് ചേട്ടൻ എന്തിനാ എന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്? അതെ എനിക്ക് അല്ല ഫോൺ ഒരു അത്യാവശ്യം എവിടെ? അതെ. ഞാൻ പറഞ്ഞതേ ആ റൂട്ടിലത് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ നമുക്കത്. നോക്കുന്നുണ്ട്. അല്ല നോക്കാം. അതെ നമുക്ക് ഒന്നുകൂടെ അവനെ കാണണം. ഞാൻ തൽക്കാലം മീരയുടെ അടുത്തൊന്നും പറഞ്ഞില്ല കേട്ടോ. എടാ നമുക്ക് നാളെ കഴിഞ്ഞ് പോവാം. ശരി. എന്നാലും നീ ആ ക്രിസ്ത്യാനി ചെക്കൻ്റെ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. പിന്നെ നോട്ടീസ് അടിച്ചിറക്കാം. PSC റാങ്ക് കിട്ടിയ കാര്യമല്ലേ? എടാ മീരക്ക് ഒരു പ്രണയം ഉണ്ടെന്ന് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നിങ്ങൾ പറയണത് അവൾക്ക് 2 പ്രണയം ഉണ്ടെന്ന്. ആ ഫോട്ടോയിൽ നീ കണ്ടെന്ന് പറഞ്ഞ പയ്യനെ കുറിച്ച് അന്വേഷിച്ചോ? ഞാൻ എന്താ അന്വേഷിക്കാന്? ഫോണിൽ കിടന്ന ഫോട്ടോ അല്ലേ? അപ്പൊ ടൂറിന് പോയപ്പെടുത്തായിരിക്കും. അല്ലെങ്കിൽ അവളെ ക്ലാസ്സിൽ ഏതെങ്കിലും പയ്യനാവും. എന്നാൽ നമുക്ക് ആദ്യം അത് അന്വേഷിക്കാം. ഇനി സത്യമാണെന്നില്ലല്ലോ. എന്തോ പറയണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായാലും മിണ്ടാത്തെ? പിന്നെ നിങ്ങളുടെ കൂട്ടുകാരനാണ് ഈ 2 ദിവസമായിട്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാറില്ല. അല്ല അത് പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനാക്കണ്ടേ? അവന് അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലാ. അതിനുമ്പോ മീനെ കെട്ടിച്ചു വന്നു. നല്ല കാര്യം അല്ലേ? ഈ അമ്പാടിയുടെ വകയിലേ ഒരു മാമന്റെ മകന്റെ ആലോചന വരുന്നു. പുള്ളിക്കാരെ ഗൾഫിലാ അല്ലേ? പക്ഷെ അവൾക്ക് വേറെ വല്ല ഇഷ്ടമുണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അല്ല അതല്ലേ അതിന്റെ ഒരു മര്യാദ. അവളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടിയേ വേണ്ട. അവൾ ഈ പ്രേമിക്കുന്ന ടൈപ്പൊന്നല്ല. പിന്നെ അവള് വലിയ നല്ല പിള്ളയല്ലേ? പിന്നെ നല്ല പിള്ളയാണ്, എന്നാലും അറിഞ്ഞിരിക്കാമല്ലോ. ശലഭ ഒരു കാര്യം ചെയ്യണം. എന്തിനാണ് ഇത്ര ഫോർമാലിറ്റി? കാര്യം പറ. ഫോർമാലിറ്റി ഒന്നുമില്ല. മീരയുടെ ക്ലാസ് വരെ പോയി ഈ കാര്യം ഒന്ന് അന്വേഷിക്കണം. സീക്രട്ട് ആയിരിക്കണം. ഒരാള് പോലും ഇത് അറിയരുത്, പ്രത്യേകിച്ച് അവള്. ശരി, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. എനിക്ക് അവളുടെ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ പരിചയക്കാരൊന്നും ഇല്ല. എന്നാലും ഞാൻ നോക്കാം. പോരെ? പോവാണോ? ശരി. ആഹാ, 3 പേരുണ്ടല്ലോ. അതെ, ഒരു ഞെട്ടിക്കുന്ന വാർത്ത പറയാനുണ്ട്. ആങ്ങളേക്ക് ഫീൽ ആവോ? എന്താ കാര്യം പറ. ഞങ്ങളുടെ കോളേജിൽ ഒരുത്തനായിട്ട് അവൾ ഇഷ്ടത്തില്ല. സംഭവം ആകപ്പാടെ 2-3 പേർക്കേ അറിയൂ. പക്ഷെ ഭയങ്കര സീരിയസാ. പേരെന്താ? പേര് അൻവർ ഷെരീഫ്. അൻവറേ, കോളേജിൽ ഫുള്ള് തല്ലും പ്രശ്നമൊക്കെയാണ്. നീ പോയിക്കോ. ജോസേട്ടാ, ഒരാളിപ്പനെ മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല.
എന്റെ അടുത്ത് വരും. ഇനി ഒരു ഒറ്റ വഴിയുള്ളൂ. എന്താ? കല്യാണം. പൈലറ്റ്, ഡോക്ടർ, കളക്ടർ, എഞ്ചിനീയർ. അമ്മേ, കല്യാണം കഴിക്കാൻ ഡോക്ടർ, എഞ്ചിനീയർ, കളക്ടർ ആരെ വേണമെങ്കിൽ കിട്ടും. പക്ഷെ എനിക്ക് തറവാട്ടിൽ പിറന്ന പെണ്ണിനെ മതി. അതിനല്ലേ നമ്മുടെ തറവാടി മാട്രിമോണി. തറവാടി മാട്രിമോണി, തറവാട്ടിൽ പിറന്ന തലമുറയ്ക്കായി തറവാടികളുടെ നമ്പർ 1 ചോയ്സ്. താൽക്കെട്ടുന്നതിന് മുമ്പ് തലക്കുറിയും ജാതകവും ശ്രദ്ധാപൂർവ്വം വായിച്ചു നോക്കുക. സർ, പ്രൊഫൈല് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനലായിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാമോ, കറക്റ്റ് ആണോ എന്ന്? ഗോഡ് ഫിയറിംഗ്, ഹോംലി, വെൽ ഡിസിപ്ലിൻഡ്, വെൽ മാനേഡ്, ഇതൊക്കെ പോരെ സർ ഡിസ്ക്രിപ്ഷനിൽ? മതി. വെൽ ഡിസിപ്ലിൻഡ് മതി. അത് തന്നെ ധാരാളം. വെൽ ഡിസിപ്ലിൻഡ് അത് മതി. സർ, ഇതാ ബില്ല്. ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് സർ. സർ, ഞാൻ ലോഗ് ഔട്ട് ചെയ്യാൻ പോവായിരുന്നു. അപ്പൊ ദേ നോക്കി ഒരു ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നു. കണ്ടില്ലേ സാർ, ആയിരക്കണക്കിന് വരുന്ന പ്രീമിയം പ്രൊഫൈലുകൾക്കിടയിൽ സാറിന്റെ സിസ്റ്ററിന്റെ പ്രൊഫൈൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഇനി ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. ഓഹോ, ജീവൻ രാജ് പേടിച്ചു പോയല്ല. എനിക്കറിയില്ല. അല്ല, 3 വർഷമായിട്ടുള്ള ഞങ്ങളുടെ പ്രീമിയം ക്ലയന്റ്. 3 വർഷമല്ലേ? മൂപ്പർക്കൊരു ചെറിയ ജാതക പ്രശ്നം. പിന്നെ അങ്ങനെ എല്ലാ പ്രൊഫൈലും ഒന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല. ജാടയാ? അല്ല, പുള്ളി ഭയങ്കര ചൂസ് ചെയ്യാ. ആരെ ഇഷ്ടപ്പെടാത്ത ജീവൻ രാജിന് നിങ്ങളുടെ പെങ്ങളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാ ഞാനെന്ത് പറയാനാണ് സാർ? യു ആർ വെരി ലക്കി അല്ലേ? നല്ല ഉഗ്രം പയ്യനാണ് ചേട്ടാ. 2 പ്രൊഫൈലും വളരെ മാച്ചിങ് ആണ്. 90% മാച്ചിങ്. നോൺ ആൽക്കഹോളിക്, നോ സ്മോക്കിംഗ്. പിന്നെ ആളും വെൽ ഡിസിപ്ലിൻഡ് ആണ്. വെൽ ഡിസിപ്ലിൻ. അതെ സർ, താല്പര്യം ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് തിരിച്ചു ഇൻട്രസ്റ്റ് കൊടുക്കാലോ. കൊടുക്കാം. കമ്പ്യൂട്ടറിനോട് പറഞ്ഞോളൂ. എന്നാലും അവർ ഇത്ര പെട്ടെന്ന് നിന്നെ വിളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഒന്നുകൂടി ആലോചിച്ചിട്ടൊക്കെ പോരെ? ധൃതി പിടിച്ച് കല്യാണ പരിപാടിയൊക്കെ വേണോ? എനിക്കിത് അറിയോ, അതിനുള്ള പുരോഗമനമൊക്കെ എനിക്കായിട്ടുള്ളൂ. ഇനി വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ആരെങ്കിലൊക്കെ അറിയുന്നതിന് മുമ്പ് കെട്ടിച്ചു വിടണം. സംസാരിച്ചിടത്തോളം അവർ നല്ല പാർട്ടിയാ. ഈ ഞായറാഴ്ച കാണാൻ വരാന്ന് പറഞ്ഞു. അതിന് അവള് സമ്മതിക്കും? അവള് സമ്മതിച്ചേ പറ്റൂ. നീ നൈസായിട്ട് വേണം ഇത് ഡീൽ ചെയ്യാൻ, അലമ്പാക്കരുത്. അവസ്ഥ ഇതായി പോയില്ലേ? എന്നാ ശരി, നീ വിളിക്ക്. ദൈവത്തിനാണോ? ആ, വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓട്ടെ. ആ, മനു വന്നല്ലോ. ഹലോ, അൻവർ ഷെരീഫ്, മീരയുടെ ക്ലാസ്മേറ്റ് ആണ്. ഇവിടെ പോയപ്പോൾ ചുമ്മാ ഒന്ന് കയറിയതാ. പിന്നെ ഉഷാമയും മാളുവിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്നും കരുതി. മനുപ്രോ PWD-യിലല്ലേ? സംസാരിച്ച് നേരം പോയതറിഞ്ഞില്ല. മീരയാണെങ്കിൽ പിന്നെ നമ്മൾ വന്നാലും ട്യൂഷൻ തിരക്കാണല്ലോ. അപ്പൊ ശരി ശരി, ഇറങ്ങട്ടെ. നല്ല പയ്യൻ, ഗുരുത്തമുള്ളവനാ. ശരി അമ്മേ, സൂപ്പർ ചേട്ടൻ. അമ്മേ, നമുക്കൊരു കാപ്പി പിടിച്ചിട്ട് വന്നല്ലോ. ഇതിന് മാത്രം കാപ്പി എവിടെ ഇരിക്കുന്നു? ഞാനും വരുക. നീ വരണ്ട, നീ പോയേ. എന്താണ് പ്രശ്നം? ആ ക്രിസ്ത്യാനി ചേട്ടൻ സമ്മതിച്ചില്ലേ? അവന്റെ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മേ, നമുക്കൊരു കാപ്പി പിടിച്ചിട്ട് വരാം. അമ്മേ, ഏട്ടാ എന്താന്ന് വെച്ചാ പറ, എനിക്ക് പ്രഷർ കയറിയിട്ട് വയ്യ. അമ്മ ഒന്ന് വാ. അമ്മേ, 2 കാപ്പി, 1 മസാല ദോശ. ശരി. വട വേണ്ട. എടാ, എന്തുവാണെങ്കിലും നീ ഒന്ന് പറ, എന്തുവാ കാര്യം? അമ്മ ദോശ കഴിക്കേ. അമ്മേ, ചിലര് ഈ മസാല ദോശയുടെ കൂടെ സാമ്പാർ കഴിക്കില്ല. ഞാൻ കഴിക്കല്ലോ. അതല്ല അമ്മേ, നമ്മുടെ മീരയില്ലേ, നമ്മുടെ മീരയ്ക്ക് ദോശയുടെ കൂടെ വെള്ളച്ചട്നി, തക്കാളി ചട്നി, സാമ്പാറും വേണം. മനസ്സിലായില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലൊന്ന് അൻവറില്ലേ, നമ്മുടെ മീര അവനായിട്ട് പ്രേമത്തിനാണ്.
ചിക്കനോ? എന്റെ ഊഹം ശരിയാണെങ്കിൽ അവൾ അവനുമായിട്ടും പ്രേമത്തിലാണമ്മേ. അമ്മേ അമ്മേ അമ്മ എങ്ങോട്ടാ പോന്നേ? അമ്മ എന്ത് ചെയ്യാൻ പോവാ? എടാ, ഇന്ന് വരെ നീ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല. നീ മിണ്ടരുത്. എനിക്കറിയാം എന്ത് വേണമെന്ന്. ഇനി അവിടെ പോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? അവിടെ ചെന്ന് വെള്ളം വെച്ച് അവക്കിട്ട് ഒരു അടി കൊടുക്കും. നാട്ടുകാർ മൊത്തം അറിയിച്ച് കുടുംബത്തിന് മൊത്തം നാണം കെടുത്തും. അവള് വല്ല കടുങ്കയും ചെയ്താലോ? ഇളയ ഒരാളും കൂടി ഇല്ലേ അവിടെ? നമ്മൾ അതും കൂടി ആലോചിക്കണ്ട അമ്മേ. പിന്നെ ഞാൻ എന്ത് വേണം? ഒരമ്മ ഇതൊക്കെ എങ്ങനെ സഹിക്കുക? അവള് ചെയ്തു വെച്ച എല്ലാം അറിഞ്ഞോണ്ട് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ? അതിനിങ്ങനെ അല്ല റിയാക്ട് ചെയ്യണ്ട അമ്മേ. നമ്മൾ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. എങ്ങനെ? ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ചില കാര്യങ്ങള്. ഞാൻ അവളുടെ പേര് മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ഒരാളെ കിട്ടി. ചെറുകോൽപ്പുഴയുള്ള ഒരു പാർട്ടിയാണ്. ജാതകമൊക്കെ ചേരും. അപ്പൊ ഈ ഞായറാഴ്ച അവര് വീട്ടിലേക്ക് വരുമെന്നാ പറഞ്ഞേ. നമ്മൾ എന്തെങ്കിലും തുടങ്ങി വെക്കണ്ടമ്മേ. അതിന് അവള് സമ്മതിക്കണ്ടേടാ. അവളുടെ ഉദ്ദേശം വേറെ വല്ലതാണെങ്കിലോ? അവളെ സമ്മതിപ്പിക്കാനൊക്കെ എനിക്കറിയാം. ഞാൻ പറയും ചെയ്യും, അവളത് അനുസരിക്കുകയും ചെയ്യും. അമ്മ നോക്കോ. അന്നേ ഞാൻ പറഞ്ഞതാ, അപ്പുറത്തെ വീട്ടിലായില്യം വന്ന ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. എന്നാ പെണ്ണ് കേറി വന്നോ അന്ന് തീർന്നു എന്റെ മനസ്സമാധാനം. നമ്മുടെ വീട്ടിലെ കൊച്ചു കൊള്ളൂല തന്നെ എന്തിനാ അമ്മ അയലൊക്കത്തെ കൊച്ചിനെ കുറ്റം പറയുന്നത്? ഈയിടെ നമ്മളൊന്നും കൂട്ടാതെ പുറത്തു പോക്കി ഇച്ചിരി കൂടുതലാണ്. എന്താ അമ്മയും മോനും തമ്മിലൊരു ചുറ്റിക്കളി? നിനക്ക് ഈ സൺഡേ എന്താ പ്രോഗ്രാം? സൺഡേ എന്താ, രാവിലെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണം. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പിള്ളേർ വരുമല്ലോ ട്യൂഷൻ എടുക്കാൻ. നമുക്കിതൊക്കെ തന്നെ. ആ, എന്നാ ഈ സൺഡേ നീ എങ്ങ് പോകണ്ട. നിന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. അവരൊന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ തങ്ങ ഉറപ്പിക്കും. അല്ലേ മേ? എന്താണ് ഇത്ര വലിയ രഹസ്യം? എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. എന്താ എത്ര പെട്ടെന്ന്? ആഹാ, ചേച്ചിക്ക് കല്യാണാലോചന തുടങ്ങിയോ? FB-യിലുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ നോക്കാം. അന്നിനോട് ഫോട്ടോ ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നി ഇങ്ങനെ എന്തോ ഒപ്പിക്കാനാണ്. ഒരു വാക്ക് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഫോട്ടോസ് തന്നേനല്ലോ. അമ്മയ്ക്ക് ആശുപത്രിയിൽ വെച്ച് കുഞ്ഞു മാറിപ്പോവുകയെല്ലാം ചെയ്തായിരുന്നോ? എനിക്കറിയില്ലടാ മക്കളെ, ഞാൻ സഡേഷനിലായിരുന്നു. ജീവൻ രാജ്. അമ്മ അമ്മ മുറിവേറ്റ ഈ ജീവന്റെ ആഴത്തിലേക്കാണ് മൗനമായി നീ വീണു പതിച്ചിരിക്കുന്നത്. അരെ വാ, ജീവൻ രാജ് ഒട്ടും പൈങ്കിളിയല്ല അല്ലേ? ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മമേ നമഃ. എല്ലാരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. പരേതന് കോടിപ്പണം സമർപ്പിക്കാനുള്ള സമയമാണിപ്പോ. ബന്ധുക്കളോ സംബന്ധക്കാരോ ഒക്കെ വന്നിരിക്കുന്നവരല്ലേ? പേരുകൾ ഇവിടെ കുറിപ്പേട്ടോ, ഒന്നിങ്ങ് വന്നേ. ആ, ഓ, മറ്റേ ആലോചനയുടെ കാര്യം എന്തായി? ആ UK-ക്കാരെ അവർക്കതിൽ താല്പര്യമുണ്ടെന്ന്. അതെ, നമ്മക്കെന്തിനാ ഈ അന്യനാട്ടിൽ കിടക്കുന്നവരെ? നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഏതെങ്കിലും സർക്കാർ ജോലിക്കാരല്ലേ നല്ലത്? ഞാനിനി മോഹൻലാലിനോട് എന്ത് പറയും? പിന്നെ എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥൻ മതി. ഒരു ക്ലർക്കായാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഈ കുമ്പഴ ഭാഗത്തൊക്കെ തന്നെയുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഏതെങ്കിലും നല്ല കുടുംബത്തിൽപ്പെട്ടൊരു പയ്യൻ. ചേടാ, അങ്ങനെ ഒരാളെ ഇവിടെ കിട്ടാനാ? പ്രസിഡന്റ് അല്ല, ഒന്ന് വരൂ. മനുവേ കേറുന്നില്ലേ? സെക്രട്ടറി ചില ഉത്തരവാദിത്തങ്ങളൊക്കെ അല്ല, ഒരു ചെറിയ തിരക്കിലായി പോയി. നമ്മുടെ മീരയ്ക്ക് ഒരു കല്യാണാലോചന ചെറുകോൽപ്പുഴയുള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട് അല്ലേ? നടക്കട്ടെ നടക്കട്ടെ. അപ്പൊ ഈ ഞായറാഴ്ച അവര് വരും. ഓഹോ, കരയോഗത്തിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങില്ലേ? അയ്യോ, ഞായറാഴ്ച ഉണ്ടാവില്ലല്ലോ. ജഗദമ്പിള്ള വിടാം. പയ്യന്റെ പേരെന്താ പറഞ്ഞേ? ജീവൻ രാജ്. ജീവൻ രാജ് നല്ലവരാ. Hold up, don't sway. I'm holding my ground, and what goes around comes around. We don't chase. Ain't got nobody who's shaking my body and mind. Ain't no way. None of the ladies impress me, no dating, and trust me when I say I couldn't find a single woman trying to mingle with me on the same page. Kinda like a phase, living like a saint. Before a relationship start out, I just started chasing the black guy. I'm coming back right now. They better be touching my background. When I stand out, you think I'm a sound of someone less now. ജീവൻ രാജ്. മനോഹരൻ. നൈസ് നെയിം. ജീവൻ രാജ്. വരൂ.
പുഞ്ചിരി കൂടുതലാണല്ലോ നിങ്ങൾ. ഹാപ്പി മാൻ. അത് നന്നായി. ആ ഇതമ്മ, ഇത് ഇളയോ. ഇവിടെ മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജിൽ സെക്കൻഡ് ഇയറിന് പഠിക്കുക. ആഹാ, ഇവന് എഞ്ചിനീയറിംഗിനാ. അങ്ങ് തമിഴ്നാട്ടിലാ, സെക്കൻഡ് ഇയർ. ടോപ്പറാ. അത് പിന്നെ ചേട്ടനാണല്ലോ അവന്റെ റോൾ മോഡൽ. മീര. ആ മോളെ മീര വാ. മോൾ എവിടെയാ പഠിക്കുന്നത്? കാത്തലിക്കേറ്റ് കോളേജ്, M.Com ഫൈനൽ ഇയർ. അല്ല, കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ. അതല്ലേ നാട്ടടപ്പ്. എന്ത് സംസാരിക്കാൻ? ഒന്നും സംസാരിക്കാനില്ല. അല്ല, അവര് സംസാരിക്കട്ടെ. അവര് സംസാരിച്ചാലല്ലേ അറിയൂ. സംസാരിച്ചറിയും. എനിക്ക് സംസാരിക്കണം. ഫേസ്ബുക്കിലുണ്ടോ? ഉണ്ട്, പക്ഷെ ഞാൻ അത്ര ആക്റ്റീവ് അല്ല. അയ്യോ, പക്ഷെ ഞാൻ അതിൽ അല്പം ആക്റ്റീവ് ആണ്. ഞങ്ങള് കണ്ടായിരുന്നു. ഫോട്ടോസ് ഒക്കെ ഉണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട്? സാഹിത്യം കൊള്ളാം, പക്ഷെ ഫോട്ടോ അത്ര പോരാ. നേരിട്ട് കാണാനാ കുറച്ചുകൂടെ നല്ലത്. പോകുമ്പോ ഞാൻ മീരയുടെ നമ്പർ ഒന്ന് വാങ്ങുവേ. എന്നാലും അവരെന്തുകൊണ്ടായിരിക്കും നിശ്ചയം വേണ്ടാന്നങ്ങ് പറഞ്ഞത്? അതൊന്നും വേണ്ടെന്നേ. കല്യാണം എത്രയും പെട്ടെന്ന് നടത്താന്നല്ലേ അവര് പറഞ്ഞത്. ജാതകം നേരത്തെ നോക്കിയിട്ട് പോയത് നന്നായി. ഇനി ആ പേരിൽ മുടങ്ങില്ലല്ലോ. ഇവന് വേണ്ടി ഇനി പെണ്ണ് കണ്ട് നടക്കാൻ എനിക്ക് വയ്യ. ഇനി ആരെയും കാണണ്ട. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് മീരയ്ക്ക് വേണ്ടിയായിരുന്നു. ഇതങ്ങ് ഇത്ര വേഗം ഉറക്കുമെന്ന് കരുതിയില്ല കേട്ടോ. എന്നാലും ആ നാട്ടിലൊക്കെ ഒന്ന് നന്നായിട്ട് അന്വേഷിക്കണം പെണ്ണിനെ കുറിച്ച്. എന്റെ അടുത്തേക്കല്ലയോ കെട്ടിക്കേറി വരുന്നത്. അമ്മ, ഈ കണ്ട കാലത്തിനും ചേട്ടന് വേണ്ടി പെണ്ണ് തിരക്കി നടന്ന് ദേ മൂക്കിൽ പല്ല് വരാറായി. ആർക്കടാ മൂക്കിൽ പല്ലൊന്നും? ശോഭന ചേച്ചി. ഹലോ, എടി കോമളെ. ശോഭനേച്ചി, എന്തുണ്ട്? കൊറേ ആയല്ലോ വിളിച്ചിട്ട്. ആ എടി, ഞാൻ വിളിച്ചതേ ഒരു കാര്യം ചോദിക്കാനാന്നേ. എടി, നിനക്കേ അവിടെ ഒരു മീരാ മോഹനെ അറിയാവോ? നമ്മുടെ ജീവൻ മോൻ ഒരു ആലോചന വന്നതാ. നമ്മുടെ ജീവമോന് വേണ്ടിയോ? എന്റെ പൊന്നി ചേച്ചി, ഒന്നും നോക്കാനില്ല. ഇത്രയും നല്ല പെങ്കൊച്ച് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കാണത്തില്ല. ഓ, ആ നിന്നോടാവുമ്പോഴേ നല്ല കൊച്ച ചേച്ചി. നിന്നോടാവുമ്പം എല്ലാം അങ്ങ് തുറന്ന് ചോദിക്കാലോ. ഞാൻ എന്നും കാണുന്ന കൊച്ചല്ലേ. പിന്നെ ഞാനെന്ന് പറഞ്ഞ ചിട്ടിയുടെ കാര്യം അത് ഞാൻ പറയാം. ഞാൻ വിളിക്കാൻ നിന്നെ, കേട്ടോ? ശരിയടി. കൊറേ വിളിച്ചതുവാ. ഇപ്പൊ സമാധാനമായാലോ? ഈ ജില്ലയിലെ ഏറ്റവും നല്ല പെൺകുട്ടി എനിക്ക് മീരയെ മതി. കാര്യം കണ്ടു കണ്ടു നാമിതാ, കണ്ണു കണ്ണെറിഞ്ഞിതാ, ഉള്ളുകൊണ്ടു ചേർന്നിതാ മധുകലിത. തിങ്കളെന്ന പോലിതാ, നിന്നിലെന്തു ചാരുതാ, ഇന്നറിഞ്ഞു ഞാനിതാ അനുപമത. തെന്നലുരുമണ പോലെ ഇതാ, മഞ്ഞള പെയ്യണ ചേലിലിതാ, നെഞ്ചാകെ ആനന്ദം. ഓ
പത്തരമാറ്റുള്ള പൊന്ന് കനലൂതിയൊരുക്കണുവാന് താലി മിന്നുമാലയേകുവാ മനസേ മനസേ നിലവിൻ നിറവേ ആരും കേൾക്കാതീണം പാടു നീ നീ ഇങ്ങനെ വട്ട് പിടിപ്പിക്കില്ല, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. മീരനെ ആരാണ്ട് കല്യാണം ആലോചിക്കാൻ വന്ന കാര്യം പോലും അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. എന്തിനിപ്പോ പെട്ടെന്ന് നടത്തുന്നത്? അൻവറിന്റെ കാര്യം അറിഞ്ഞിട്ടാ? എന്നാലും നടത്തണ്ടല്ലേ, അവിടെ നടത്താന്ന് വിചാരിച്ചു. ഇതേ ഒരു കാര്യം പറഞ്ഞേക്കാം, കോളേജിൽ ഇതാരും അറിഞ്ഞിട്ടില്ല. അൻവർ തന്നെ പ്രശ്നം കേട്ടോ. ഞാൻ ഒരു സൈഡ്. ആരുടെ സൈഡ്? അവരുടെ സൈഡ്. പിന്നല്ലാതെ ഇഷ്ടമുള്ളവർ തമ്മിലുള്ള കല്യാണല്ലേ നടത്തി കൊടുക്കണ്ടേ? അവർക്ക് ഇഷ്ടമല്ലാത്ത കല്യാണം നമ്മൾ എന്തെങ്കിലും നടത്തി കൊടുക്കുന്നേ? ഇങ്ങോട്ട് നോക്കുമോണ്ടോ? ആര് നോക്കുവോ? നീ പോയിക്കോ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ക്യാഷ് എടുക്കണം, നമ്മുടെ കൂടെ ബാങ്കിൽ പോകാനുള്ള. അവിടെ താഴെ ഓട്ടോ കിട്ടും, പോയിക്കോ ചെല്ല്. മണിച്ചേട്ടാ ഇവിടെ ട്യൂഷൻ വരുമ്പോ കാണാൻ പറ്റത്തോണ്ടാ, പ്ലീസ് പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇനി നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലാന്നല്ലോ നീ എന്ന് മീരയ്ക്ക് വാക്ക് കൊടുത്ത്. അത് ചേട്ടാ അങ്ങനെയല്ല. പിന്നെ നീ അന്ന് കഥ കടച്ച് മീരയുടെ അടുത്ത് എന്താ പറഞ്ഞത്? അത് ചേട്ടാ, നിർമ്മലിനോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അവനെ കല്യാണം കഴിപ്പിച്ചു തരാന്ന് മീരേച്ചി പറഞ്ഞു. ഇപ്പൊ പഠിക്കേണ്ട പ്രായ, അത് കഴിഞ്ഞ് ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ കല്യാണം ഉറപ്പിച്ച പിന്നെ കല്യാണ ദിവസം വേണേലും നിർമ്മലിന്റെ കൂടെ പോകാനുള്ള വഴിയൊക്കെ പറഞ്ഞുതരാന്നാ മീരേച്ചി പറഞ്ഞു. ചേട്ടാ ഞങ്ങള് ഞാൻ അവളോട് സംസാരിക്കട്ടെ. വിഷ്ണുട്ടാ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ലാന്ന് വിഷ്ണുട്ടാ അറിയില്ല. എന്നെ ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്റെ വിഷ്ണുവൊക്കെ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് കാണുമ്പോഴാണ് ഇഷ്ടേട്ടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മ മരിച്ചവളെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാ വിഷ്ണുട്ടാ? എനിക്കറിയാലോ, എനിക്ക് എത്ര ഇഷ്ടം അറിയില്ല. നിന്നുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്യാനാ? പൊന്നു ഇഷ്ടമല്ലേ, എനിക്ക് തോന്നുന്നു പറയാൻ പറ്റും. ചിലപ്പോ ചേച്ചി ഞാൻ അവളോട് സംസാരിക്കട്ടെ. നമ്മുടെ മീര ഒരു ചെറുകിടാൻ ഇഷ്ടത്തില്ല. അൻവർ ഷെരീഫ് എന്താണ് അത്ര വലിയ രഹസ്യം? ഒരു പ്രണയം ഉണ്ടെന്നാണ് എനിക്ക് വിശ്വസിച്ചത്. ചിലപ്പോ ചേച്ചിയെ കുറിച്ചായിരിക്കും എനിക്ക് സംസാരിക്കണം. മൈഷേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മൈഷേട്ടനില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കാം? മഹേഷോ, എനിക്കിനി എൻ്റെ ലൈഫിൽ വേറൊരാളെ സ്നേഹിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. എൻ്റെ ഏട്ടനെ പോലെ മൈഷേട്ടൻ എൻ്റെ ജീവനാ. മറക്കണം, എല്ലാം മറക്കണം. നമ്മളുടെ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യണം, വാൾപേപ്പർ എല്ലാം. എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. കൈയെടുത്ത് തലയിൽ വെക്കുക. തൊട്ടോ സത്യം.
മനുഷ്യേട്ടാ, മനുഷ്യേട്ടാ, ഏട്ടാ, മനുഷ്യേട്ടാ എണീറ്റേ. ഏട്ടാ, സമയം എണീക്ക്. അതെ, കല്യാണത്തിന് ആൾക്കാർ വരുന്നതേ പെണ്ണിനെ കാണാൻ മാത്രല്ല, പെണ്ണിനെ ആങ്ങളേനെ കൂടെ കാണാനാ. നമുക്ക് ഇറക്കൊന്നും ഓർക്കണ്ടേ? എണീറ്റാ, ചായ കുടിച്ചേ, എന്നിട്ട് ഓടാമ്പോ. മനുഷ്യേട്ടാ, എനിക്ക് കോളേജിൽ പോകാൻ ലേറ്റ് ആയി, ഞാൻ വിളിക്കില്ലട്ടോ. നീ ഇന്ന് പോയില്ലേ? എന്തു പറ്റി? പനി വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. എനിക്ക് മീരയുടെ റൂമും ചെക്ക് ചെയ്യണം. എന്താടാ? അതമ്മ ചേച്ചി, ഇന്ന് മീൻ വേണ്ട. വേണ്ടല്ലോ. ശരി എന്നാ. ജാതകോ? ക്രിസ്ത്യാനിക്ക് എന്താ ജാതകമാടി? ഏട്ടോ, ഏട്ടന് ഇതിലൊന്നും വിശ്വാസമില്ലായിരിക്കും, പക്ഷെ എന്റെ ജീവിതത്തിൽ ഇതുവരെ നടന്നൊക്കെ എന്റെ ജാതക പ്രകാരം. നമ്മുടെ കല്യാണം കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ എന്റെ ഡിസ്നേറ്റ് മരിച്ചു പോകുന്നതാണ് നമ്മുടെ ജാതകത്തിലുള്ള. ഇല്ല, ഞാൻ മരിക്കില്ല. ഞാൻ നിന്റെ വീട്ടിൽ ഒന്ന് സംസാരിക്കാം. ഏട്ടനില്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ എന്റെ ഡിസ്നേറ്റ് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. എന്റെ കൂടെ അല്ലെങ്കിലും എവിടെയെങ്കിലും എന്റെ ഏട്ടൻ ഹാപ്പിയായി ജീവിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. എപ്പോഴും സന്തോഷത്തോടെ. എനിക്കിപ്പോ ഒരൊറ്റ വാക്ക് തരാൻ പറ്റും, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഡിസ്റ്റേറ്റിന് മാത്രമായിരിക്കും. ജോസിനറിയാമോ, പഠിച്ച എല്ലാ ക്ലാസ്സിലും അവളായിരുന്നു ടോപ്പർ. പിന്നെ ഇതിനൊക്കെ എവിടുന്ന സമയം കിട്ടുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അവളെന്താ ഇങ്ങനെ? ചതിക്കായിരുന്നില്ലേ അവൾ ഇത്ര നാളെ ഞങ്ങളെ? എന്ത് ധൈര്യത്തിലാ അച്ഛനമ്മമാര് മക്കളെ വിശ്വസിക്കേണ്ടത്? ഇവിടെയാണെങ്കിൽ അവളെ ഒരു വാക്കുകൊണ്ട് പോലും ആരും കുത്തി നോവിച്ചിട്ടില്ല. അതെ, ഈ സാധനം എവിടെ നിന്നെടുത്തോ അവിടെ തന്നെ കൊണ്ടുപോയി. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ അവളോട് ഇത് ചോദിക്കണ്ടേ? നിനക്കൊരു അനിയൻ ചെറുക്കനായിരുന്നെങ്കിൽ നീ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് ഇറങ്ങുമോ? ഞാൻ സംസാരിക്കും അവളോട്, അല്ലാതെ ഇത് ശരിയാവില്ല. ഇനി സംസാരിച്ച് വിഷയം വഷളാക്കി അവൾ അവന്മാരില് ആരുടെയും കൂടെ ഇറങ്ങിപ്പോയാലോ? അതിപ്പോ ആണെങ്കിലും ഒക്കെ ഇറങ്ങിപ്പോയാലോ? നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. അവൾക്ക് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് അവളെ നോക്കറിയാം. അയ്യോ, ഞങ്ങൾ ഇൻസ്പെക്ഷനൊന്നും വന്നല്ല കേട്ടോ. ഈ വഴി പോയ. നീ എന്തിനാടാ കള്ളം പറയുന്നേ? ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നതാ. എന്റെ അമ്മയാ. ഓ, വാ കേറിയിരിക്കെ. ഇവിടുത്തെ മൂത്ത കൊച്ചിനെ കണ്ടപ്പോ ഇവനൊരിഷ്ടം. എന്നാ പിന്നെ നേരിട്ട് വന്ന് പറയാന്ന് കരുതി. എനിക്കിവൻ ആകെ ഒരാളെ ഉള്ളേ. എനിക്കന്ന് ആളെ ആദ്യമായിട്ട് ഇവിടെ വെച്ച് കണ്ടപ്പോ തന്നെ ഒരു ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ. അയ്യോ, മീരയുടെ കല്യാണം ഉറപ്പിച്ചു. ആദ്യമായിട്ടാ ഇവനൊരു പെങ്കൊച്ചിന്റെ കാര്യം എന്നോട് പറഞ്ഞ്. അന്വേഷിച്ചപ്പോ ഇവിടുത്തെ മോളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം. അതാ ഞാൻ തന്നെ നേരിട്ട് വന്നേ. ഇങ്ങനെ ഒരു ആലോചന വന്നില്ലായിരുന്നെങ്കിൽ. ഓ, അത് സാരമില്ല. ഇത്രയും നല്ല മോളെ കെട്ടാനുള്ള പുണ്യൊന്നും ഇവൻ ചെയ്ത് കാണില്ല. ഇങ്ങനെ വിളിക്കുന്നോണ്ടൊന്നും തോന്നരുത്. രണ്ടുപേരും കല്യാണത്തിന് വരണം. എന്തായാലും ഞങ്ങള് വരും. ഇവിടെ വരെ വന്നിട്ട് മോളെ ഒന്ന് നേരിട്ട് കാണാൻ പോലും പറ്റിയില്ലല്ലോ. അല്ല, മോളിവിടെ ഇല്ലേ? അവൾക്ക് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. വിഷ്ണുവേട്ടാ, നമ്മുടെ റിലേഷൻഷിപ്പ് വീട്ടിൽ ഏട്ടൻ അറിഞ്ഞു വിഷ്ണുവേട്ടാ? എടാ, വീട്ടിൽ സമ്മതിക്കാത്ത ഞാൻ എന്ത് ചെയ്യാനാ?
എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കി. മനുവേട്ടൻ അങ്ങേർക്ക് ദേഷ്യം വന്നാൽ മുന്നും പിന്നും നോക്കാത്ത ഒരാളാ. വിഷ്ണുവേട്ടൻ കണ്ട കൈയും കാലം തല്ലിയൊടിക്കുന്ന എന്നോട് പറഞ്ഞേക്കുന്നത്. എന്റെ വിഷ്ണുവേട്ടൻ എന്തെങ്കിലും പറ്റി എന്നെ കൂടി സഹിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? വേറൊരു മതത്തിലുള്ള ഒരാള് കല്യാണം കഴിക്കാൻ അവർ സമ്മതിക്കില്ല. അവർ ഭയങ്കര കൺസർവേറ്റീവാ. വിഷ്ണുവേട്ടൻ എന്നെക്കാൾ നല്ല പെണ്ണിനെ കിട്ടും. അത് കിട്ടുമായിരിക്കും. പക്ഷെ മീരയ്ക്ക് എന്നേക്കാൾ നല്ല ചെക്കനെ കിട്ടൂ? ഒരിക്കലുമില്ല. ഇപ്പൊ എനിക്ക് നിനക്ക് ഒരു വാക്ക് മാത്രമേ തരാൻ കഴിയൂ. വേറൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ മാത്രമായിരിക്കും. ഏത് ജന്മം? എനിക്കങ്ങനെ ഒരുപാട് ജന്മങ്ങളിലൊന്നും വിശ്വാസം എനിക്കുണ്ടേട്ടാ. തിരിഞ്ഞു നോക്കില്ല ഞാൻ. മനസ്സിലെന്ന് സ്നേഹിക്കുന്ന ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അൻവറിന്റെ മുഖമുണ്ട്. എനിക്കത് മതി. ഇനി അങ്ങോട്ട് എന്നെ സ്വന്തം പെങ്ങളെ പോലെ കാണണം. ചേട്ടൻ കൈയും കാലം തൊല്ലിയൊടിക്കുന്നു പറഞ്ഞത് സത്യേറ്റം പറഞ്ഞാണോ? എനിക്കും തോന്നി. അപ്പൊ തനിക്ക് വിഷമാവൂലേ? നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ? ഞാൻ അറിഞ്ഞു. പ്രേമിച്ചിടന്ന് ഇത്രയും കാലം നിനക്ക് എൻ്റെ ജാതിയും അതൊരു പ്രശ്നമല്ലായിരുന്നു. വലിയ കൊമ്പത്തോടെ കെട്ടുറപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവളെ കോപ്പിലൊരു ഡയലോഗ്, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ സ്വന്തമായിരിക്കും പോലും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ ഒന്നിക്കാം അല്ല മീര? നീ കെട്ടി സുഖമായി ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം. നമുക്കങ്ങ് മാറിയേക്കാം. ചേട്ടൻ എന്നെ ഓർമ്മയില്ലേ? നമ്മളൊന്ന് കാറി വെച്ച് പരിചയപ്പെട്ടു. ഞാൻ വന്ന കാര്യം ചേട്ടൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ഉറപ്പിച്ചല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. തിരക്കിലല്ലോ അല്ലേ? അല്ല, ആളുടെ വെഡിങ് വീഡിയോഗ്രാഫി എനിക്ക് തരണം. ഡിസ്കോ? ഡിസ്നി വെഡിങ് വീഡിയോഗ്രാഫി ഞാൻ വേറൊരാൾക്ക് കൊടുത്തു. കൊടുത്തല്ലേ? സാരമില്ല, അതില്ലേലും കല്യാണത്തിന് ഞാൻ വരാം. വരണമല്ലോ. പടാ. സാറേ, ആ കോൺട്രാക്ടർ എന്ത് ചെയ്യും? അല്ല, അയാളോട് പറയണം ഈ തൂപ്പ് കിട്ടുമ്പോൾ നാട്ടുകാരടുത്ത് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് നിറച്ചിട്ടില്ല സാറേ. ഇവിടെ എല്ലാം മൊത്തം അടിക്കാം. ഓക്കെ സാറേ. കാര്യം പറയാനുണ്ട്. അല്ല, വർക്കിലാണ്. 10 മിനിറ്റ്, ഒരു സീരിയസ് കാര്യ. അളിയന്റെ ഫ്രണ്ട് കേറിക്കോ. നിങ്ങൾ കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യ. വാ. ഞാൻ വരാം. 2 കോഫി, 1 മസാല ദോശ. അല്ലല്ല, 3 കോഫി, 3 മസാല ദോശ. വട വെക്കണോ? പിന്നെ വട അല്ലേ? അളിയനെന്താ പെട്ടെന്നൊരു മിന്നൽ സന്ദർശനം? അച്ഛൻ നന്നു വിട്ടതാ കറിവത്തി കൊടുക്കാനായിട്ട്. പിന്നെ ഇത് മാത്രമല്ല, വേറൊരു പ്രത്യേക കാര്യം കൂടെ സംസാരിക്കാനുണ്ട്. എന്താ? കല്യാണത്തിന് ഇനി കുറച്ച് ദിവസം കൂടെയല്ലേ ബാക്കിയുള്ളൂ. രാത്രി ഫോൺ വിളിച്ച് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്ന് പറഞ്ഞപ്പം അളിയന്റെ പെങ്ങളെന്താ പറഞ്ഞെന്നറിയാം? രാത്രി 10 മണിക്ക് ശേഷമുള്ള ഒരു ഫോൺ വിളികൾക്കും അവളില്ല. എന്റെ പൊന്നളിയ, ഇത്ര അടക്കം ഒതുക്കുള്ള ഒരു പെൺകുട്ടി ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആബ്സല്യൂട്ട്ലി ഹോംലി ആൻഡ് അരിസ്റ്റോക്രാറ്റിക്. ഇതുപോലൊരു പെൺകുട്ടിയാണ് ഞാൻ ഇതുവരെ കാത്തിരുന്നത്. ഞങ്ങളുടെ ഭാഗ്യം. എന്നാ അളിയ മടക്കി
താങ്ക്സ്. സത്യത്തില് മീരയുടെ ഈ ഒരു സ്വഭാവത്തിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അവളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ കാരണഭൂതനായ അളിയനാണ്. എന്ത് കരുതലായി മനുഷ്യന്. കൊടുകയളിയ ഷേക്ക് ഹാൻഡ്. ഓൺലി റെസ്പെക്ട്. മനസ്സിലായി. ഓ ഇത് കഴിഞ്ഞില്ലേ? അയ്യോ ഞാൻ തിന്നുമല്ല. അതെ, നമ്മുടെ കാറ്ററിംഗുകാരെ വിളിച്ചായിരുന്നു. അവരൊരു 5 മണിയാകുമ്പോഴേക്കും ഫുഡായിട്ട് എത്തും. നീ എന്തിനാ ഈ ടെൻഷൻ അടിച്ച് നിൽക്കുന്നേ? കാര്യങ്ങൾ ഇവിടെ വരായില്ലേ? മീരവിടെ? അവള് ബ്യൂട്ടി പാർലറിലേക്ക് പോയേക്കാം. ആ അത് പറഞ്ഞപ്പോഴാ നമ്മുടെ കുമ്പഴ വടക്കേൽ ഉണ്ണിത്താൻ ചേട്ടന്റെ മോളിലെ ലീലാമണി ഇതുപോലെ കല്യാണത്തലേന്ന് രാത്രി ബ്യൂട്ടി പാർലറിലേക്കാന്ന് പറഞ്ഞൊരു പോക്ക് പോയതാ. പിന്നെ 4 മാസം കഴിഞ്ഞപ്പോ ഇൻസ്റ്റാൾമെന്റ് നച്ചിട്ട് അവിടുന്ന് പൊക്കിയത്. മനോജിനറിയാം, മനോജിന്റെ ലൈനായിരുന്നു. നടന്ന കാര്യമൊന്നും പറയണ്ട. നാട്ടിലെ പല വെങ്കൊച്ചുങ്ങൾ അങ്ങനെ പോവായിരിക്കും. നമ്മുടെ മീര കൊച്ചു അങ്ങനെ പോത്തിരുന്ന് ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഉറപ്പല്ല. നീ അത് നോക്കിക്കേ, എന്തോ ഒരു വശപശക്കില്ലേ, ആരെയോ കാത്തു വെക്കും പോലെ. നീ ടെൻഷൻ അടിക്കല്ലേ, അവൾ ഇറങ്ങി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാ. ആ അവള് വന്ന്. എന്താ പ്രശ്നം? അവര് അതിനവർക്ക് നമ്മളറിയില്ലോ. അത് ശരിയാണല്ലോ. നീ എഴുന്നേക്കാവോ? ആ പിന്നെ എഴുന്നേക്കാതെ. മീര നിങ്ങളെന്താ ഇവിടെ? പറഞ്ഞോ. എന്നെ പിക്ക് ചെയ്യാൻ വന്നാണോ? ഞാനിങ് വന്നേനല്ലോ. വേണ്ട, പോവാം, കേറ്. അയ്യോ എനിക്ക് 1-2 ഷോപ്പിംഗ് കൂടെ ഉണ്ട്. ഞങ്ങളും വരാം. അല്ല നിങ്ങളുടെ സമയം വൈകും. സാരല്ല, ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഞാനും. എന്നാ ശരി. അമ്പലത്തിൽ പടേണിയും കണ്ടിട്ടു പാതിരാ നേരത്തു കൂട്ടുകാരോടൊത്തു പാട്ടും പാടി വരുമ്പോഴതാ പാണമ്പറമ്പിലെ പ്ലാവിന്റെ കൊമ്പത്ത് പാതി വിളഞ്ഞൊരു ചക്ക കണ്ടു. ഇന്നിടും ചക്ക നാളെ പഴുക്കും, ഇന്നിടും ചക്ക നാളെ പഴുക്കും. ഒരു ചെറുതു ചുള വലുതു ചകിണി ചക്കൊത്ത്. ഇന്നിടും ചക്ക നാളെ പഴുക്കും. തിം തണക്ക് തിന്ന തണക്ക് തിന്ന തിം തണക തക തണക തിമൃതണക തിത്ത. കരിമരുന്ന് നിറ നിറച്ച് കതിര വെടി പൊട്ടിച്ച് കാവിലെ വെടിക്കെട്ടു ടും 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 ടും. ഇന്നിടും ചക്ക നാളെ പഴുക്കും, ഇന്നിടും ചക്ക നാളെ പഴുക്കും. ഒരു ചെറുതു ചുള വലുതു ചകിണി ചക്കൊത്ത്. ഇന്നിടും ചക്ക നാളെ പഴുക്കും. തിം തണക്ക് തിന്ന തണക്ക് തിന്ന തിം തണക തക തണക തിമൃതണക തിത്ത. പെരുമ്പറകളറിഞ്ഞു കുടപയറു കുലുകുലുങ്ങി മുറുമുറുക മേളപടി തിമൃതണക തിത്ത. ഇന്നിടും ചക്ക നാളെ പഴുക്കും. ഒരു ചെറുതു ചുള വലുതു ചകിണി ചക്കൊത്ത്. ഇന്നിടും ചക്ക നാളെ പഴുക്കും. തിന്തണക തിന്ന തണക തിന്ന തിന്തണക തക തണക തിമൃതണക തിത്ത. ജോസേ, മറ്റവൻ അൻവർ ഷെരീഫ്. അൻവറോ? ആ ചെക്കന്റെ കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. ആ ചെക്കനും ഉണ്ട്. കല്യാണം അലമ്പാക്കാനുള്ള പരിപാടിയാണ് പിടിച്ച് പൊട്ടിച്ചാലോ? എന്നിട്ട് നാട്ടുകാർ മുഴുവൻ അറിയിക്കും. ദേ പഠിക്കാൻ കൊണ്ട് കലോട്ടയ്ക്കരുത് കേട്ടോ, പറഞ്ഞേക്കാം. അല്ല ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? അൻവറല്ലേ? ഞാൻ ജോസ് പീറ്റർ, മനുവിന്റെ സുഹൃത്താ. പിന്നെ കൊളീഗ് എന്നൊക്കെ പറയും. ഒന്ന് വരുമോ? ഒരു കാര്യം സംസാരിക്കാനാ. വരൂ. ആ അപ്പൊ എങ്ങനെയാന്ന് പറ, ഒന്ന് ഒഴിക്കട്ടെ. എന്തിനാ അനിയാ, നീ ഇവിടെ വന്ന എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവളാങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട്
ഒന്ന് കഴിക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇതാ നിങ്ങളുടെ ഘട്ടം വരുന്നുണ്ടേ. അളിയ കട്ടൻ മാത്രമേ ഉള്ളൂ. അല്ല 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 കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ ഇതുപോലൊരു കല്യാണ തലേന്ന് ഞാനും ഒരു വീട്ടിൽ കയറി ചെന്നതാ. ഹനുമനെ അറിയോ, ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി എൻ്റെ ഇഷ്ടം തള്ളിക്കളഞ്ഞ് വീട്ടുകാർ പറഞ്ഞ ചെക്കനെ കെട്ടാൻ തയ്യാറായി. അതറിഞ്ഞ് അലമ്പുണ്ടാക്കാൻ തന്നെയാണ് ഞാൻ ചെന്നത്. ഒരു ബലത്തിന് 2 കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിച്ച് നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടക്കി. പിന്നെ കുറേ കാലം കഴിഞ്ഞ് ആ പെങ്കൊച്ചിനെ എനിക്ക് എന്നെ കെട്ടിച്ചു തന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല, ഉള്ള സമാധാനം കൂടെ പോയി. ഒരിക്കലും ഉപേക്ഷിച്ചു പോയ സ്നേഹം പിടിച്ചു വാങ്ങാൻ നോക്കിയുണ്ടാവും. ഞങ്ങൾ തമ്മിൽ സ്ഥിരം അടിയായി, വഴക്കായി. സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം അവളും ഫാനിൽ കേട്ടു തൂങ്ങി. എടാ, നമ്മളെ വേണ്ടാത്തവരെന്തിനാണ് നമുക്ക്? വിട്ടുകളാ, നീ ചെറിയ പ്രായമില്ലേ, ജീവിതം എത്ര ബാക്കി കിടക്കുന്നു. അടി നിങ്ങൾ പറഞ്ഞ ശരിയാ, നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ട. ജോസ്ചാൻ്റെ ആദ്യ ഭാര്യ മരിച്ച വിവരം എനിക്കറിയില്ലായിരുന്നു. ഇത്രയും സങ്കടം ഉണ്ടായിട്ടും ജോസ്ചാൻ എന്തെൻ്റെ അടുത്തൊന്നും പറയാറുന്നത്? എന്റെ പൊന്നമ്പടി ആര് മരിച്ച്? ഞാൻ ചുമ്മാ അവനെ ഒതുക്കാൻ വേണ്ടി വായിൽ വന്നൊരു കഥ പറഞ്ഞല്ലേ. ഒഴിക്കട്ടെ? ഒഴിക്കേ. എന്തു പറഞ്ഞ പോയാ? എടാ, അവനൊരു പാവം ചെക്കനാ. ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പ്രശ്നത്തിനും വരത്തില്ല. നീ അകത്തേല് അന്വേഷിച്ചു. വിട്ടോ വിട്ടോ വിട്ടോ. ഒരെണ്ണം അടിച്ചിട്ട് പോട്ടെ. വേണ്ട. ഹലോ, ആ മഹേഷ് ചേട്ടാ. ആ, എനിക്ക് മനസ്സിലായി. അമ്മയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ. ചേട്ടൻ കാത്തിരിക്കണം ഞാൻ പറഞ്ഞല്ലേ. ഫോൺ വെക്ക്, ഇറങ്ങാൻ സമയമായി. ആ അമ്മേ, ഒരു സെക്കൻഡ്. ജോർജ് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നടന്നു. ലാസ്റ്റ് മിനിറ്റില്ലേ, എന്താ ചെയ്യാ, പറ്റില്ല. അവിടെ ബസ്സെല്ലാം റെഡി ആയിട്ടുണ്ടേ. ഇറങ്ങണ്ടേ? സ്വീകരണം കുറച്ച് നേരത്തെ ആക്കണം. ഞാൻ വഞ്ചിപ്പാട്ടുകാരൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇറങ്ങിയോ? നിങ്ങൾ ഇറങ്ങിയോ? മാളു എവിടെ? മാളു, നീ അവരുടെ കൂടെ കയറിക്കോ. അല്ല ചേച്ചി. ചേച്ചിക്ക് വന്നോളൂ, നീ പൊക്കെ. ഇന്നിപ്പോ എന്താ പറയണ, ഞാൻ ഇവിടെ ഇറങ്ങി വരണം എന്നാണോ? മീര ഫോൺ വെക്കേ. ഒരു മിനിറ്റ്. എന്താ ചെയ്യുന്ന നീ? എന്താ നീ എന്താ പൊട്ടം കളിക്കാണോ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാണോ നിന്റെ വിചാരം? നിനക്ക് ഏതോ ഒരു ഡിസ്നീനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അമ്മേനെ കൂട്ടി കല്യാണം ഉറപ്പിക്കാൻ പോയവനാണ് ഞാൻ. ഈ അൻവർ ആരാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. നിന്റെ ലിസ്റ്റിൽ അങ്ങനെ കുറെ പേരുണ്ടെന്ന് അറിയാം. അതിൽ ഏതെങ്കിലും ഒരുത്തനെ വിളിച്ചിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തി തന്നേനെ. അതൊന്നുമല്ലോ നിന്റെ ഉദ്ദേശം. ഇന്ന് ഈ കല്യാണ ദിവസം ഈ കോലത്തിൽ നീ ഫോണും പിടിച്ച് നിൽക്കുന്ന കാണുമ്പോഴേ നീ എന്താ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഒപ്പം വളർന്ന പെങ്ങളെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നത്തെ ദിവസം നിന്നോടിങ്ങനെ മിണ്ടേണ്ടി വന്ന് ഇതെന്റെ അവസ്ഥയാണ്. അച്ഛന്റെ ഫോട്ടോ പോയി ദക്ഷിണ വെക്ക.
കല്യാണത്തിന് ഞാൻ വരാം. വരണമല്ലോ. മനുടാ മനുടാ അൻവർ അവിടെ അല്ല ഇവിടെ 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 പക്ഷെ വിട്ടുകളയില്ല. അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. എന്നെ വെറും ഒരു ഊളയാക്കിയിട്ട് അങ്ങനെ എളുപ്പത്തിൽ അവളങ്ങ് പോയാലേ മുമ്പേ പറഞ്ഞ പോലെ ബാക്കി കിടക്കുന്ന ജീവിതത്തിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. അപ്പൊ നാളെ കാണാം. കർത്താവ് പടക്കുകളിടത്ത് പന്ന നട്ട് വെച്ചിരിക്കണല്ലേ. അതെ, അവരങ്ങനെ ഇരുത്തരുത്. ഡിസ്നിയുടെ കാര്യം അൻവറിന്റെ കാര്യം ഡിസ്നിക്ക് അറിഞ്ഞൂടാ. നീ അവരുടെ ഇടയിൽ ഒരുത്തനെ കൊണ്ടുവന്ന് ഇരുത്തണം. അവരെ ഒന്ന് സംസാരിക്കരുത്, അത് പ്രശ്നം. ആ ലേറ്റ് ആയല്ലോ. വാ വാ വാ. ആ വാ. ചേച്ചി അവിടെ ഇരുന്നോ. കാലൊന്ന് മാറ്റോ, കാല് മാറ്റോ. അടക്കാൻ ഇരിക്കണേ. ആ അവിടെ ഇരുന്നോ, അനങ്ങരുതേ. എടാ നിനക്ക് വേറെ ആരെയും കിട്ടിയില്ല? അന്ന് ആലോചനട്ട് വന്നില്ലേ ആ ബാങ്കിലെ ശ്രീശങ്കരാണ്. വെച്ചായിരുന്നു. മോൻ ചെക്കൻ്റെ കൂട്ടരോ പെണ്ണിൻ്റെ കൂട്ടരോ? ഒരു ഇറ്റലിക്കാരന്റെ ആലോചന ഉണ്ടായി. സിനിമാ നടൻ അനൂപ് മേനോന്റെ ബ്രദർ ഇൻ ലോന്റെ. ജനാർദ്ദൻ നായരെ, അതെ, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പയ്യനെ കൂടെ തന്നെ മതി. ചേട്ടാ, എന്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു പയ്യൻ ആരാ? എന്താ? ഒന്നുമില്ല.
വന്ന് നിക്ക്. അവനവിടെ ചേട്ടനോട് പറഞ്ഞിട്ടോ. ആ പാത്രം കൊണ്ടങ്ങോട്ട് വെച്ചേ. പോ 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 പോ. ചേട്ടാ, ചേട്ടൻ എന്നോട് ഒരിക്കലും മിണ്ടൂല. What a family. ബ്രദറുമായിട്ട് ഭയങ്കര ബോണ്ടാണല്ലേ തോന്നി? അടാ ഒരു പണിയാ, ഞാനിപ്പോ പപ്പടം കഴിച്ചോളാം. ജോസേട്ടാ ഒന്നിങ്ങൊന്നേ, അത് കണ്ടോ ചേട്ടാ, ഇച്ചിരി ചോറ് സാമ്പാർ. ആ ഇരിക്കുന്ന ബിജിക്കുട്ടനും ഇവിടുത്തെ മീരക്കൊച്ചും തമ്മിലേ കഴിഞ്ഞ 4 വർഷമായിട്ട് പ്രേമത്തിലായിരുന്നു. അമ്മേ, ദേ ചേട്ടൻ ഇവിടെ ഉണ്ട്. അയ്യേ, ദേ ചേട്ടൻ കരയുന്നു. എന്റെ ചേട്ടാ, ചേട്ടൻ എത്ര പാവമായി പോയല്ലോ. ചേച്ചി പോയപ്പോ എനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. സത്യത്തിൽ ഇപ്പോഴാ നമ്മുടെ കുടുംബത്തിന്റെ ബോണ്ടിങ് എനിക്ക് മനസ്സിലായത്. ഇനി നോക്കിക്കോ, ചേച്ചിയായിരിക്കും എന്റെ റോൾ മോഡൽ. പാല്. മീര, ഇന്നു മുതൽ നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോകുകയല്ലേ? അപ്പോ നമ്മൾ തമ്മിൽ ഇനി രഹസ്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് മീരയോട് കുറച്ച് കുറ്റസമ്മതങ്ങൾ നടത്താനുണ്ട്. മധുര മനോഹര മോഹം, മധുര മനോഹര മോഹം, മധുര മനോഹര മോഹം, മധുര മനോഹര മോഹം. മോഹം ഗൊത്താം വാരി പൂവാരാൻ കൊട്ടലാക്കി കൊണ്ടോരാൻ വന്ന കൂട്ടായി നിന്നെ കൊണ്ടോകാം കുട്ടിയോളായി കുന്നേറാനുള്ളേ. മധുര മനോഹര മോഹം, മധുര മനോഹര മോഹം, മധുര മനോഹര മോഹം, മധുര മനോഹര മോഹം. മടിക്ക് വെക്കണ അടക്കമരത്തിലൂഞ്ഞാലാടാൻ, ഉടക്കി നിക്കണ ഉടുക്ക പെണ്ണിന് ശാലോ പാടാൻ,
പുഴമെടുത്തിട്ട് കരക്കിരിക്കണ മീനെ കാണാൻ കൊടയെടുത്തിട്ട് കടവരമ്പത്ത് പോരാൻ വായോ കണ്ണാൽ നിന്നെ കാണാൻ നേരത്ത് 5-6 ഉമ്മകൾ തന്നിടാൻ നെഞ്ചാലുണ്ട് പൂതി തോനയ്ക്ക് ഉള്ളാലപ്പാടെ കയ്യേറാൻ മധുര മനോഹരമോഹം മധുര മനോഹരമോഹം മധുര മനോഹരമോഹം മധുര മനോഹരമോഹം കടലിറമ്പത്ത് കഥ പറഞ്ഞങ്ങ് തോളെ ചാരാ പല നിറത്തിലെ വരുന്ന പട്ടങ്ങൾ മേലെ കാണാം കൈ പിടിച്ചങ്ങ് കടകടവക്കും മോട്ടോർ ബൈക്കിൽ കുടുകുടെ എന്ന് തെരിവകലത് പായാൻ വായോ ചൂളം ചൊല്ലാം മേഘക്കാറ്റും മേലൊട്ടി കേറി ടൗൺ പോകാം മീൻ പിടിക്കാം നീലത്തോടുമേ വീശി തന്ന ഞാൻ കോരാം മധുര മനോഹരമോഹം മധുര മനോഹരമോഹം മധുര മനോഹരമോഹം മധുര മനോഹരമോഹം